So hello everyone, welcome to Million Dots and this is Arjun K. Raghav here. So ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് എനർജറ്റിക് ആയിട്ടുള്ള നമ്മുടെ കോർ ടീമാണ്. ഓക്കെ ഫൈൻ. സോ നമുക്ക് ഇവരായിട്ട് അത്യാവശ്യം സീരിയസ് ആയിട്ടുള്ള ഒരു ഡിസ്കഷനും കാര്യങ്ങളല്ല നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. വളരെ ലൈക്ക് ഒരു ഫണ്ണായിട്ട് ഇവരുടെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഇവർ ഒരുമിച്ചുണ്ട്. അപ്പം ഇവരുടെ കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ വേണ്ടിയിട്ടുള്ള വളരെ ഫണ്ണായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു ലൈക്ക് ഒരു പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞ ഒരു പോഡ്കാസ്റ്റ് എന്ന് നമുക്ക് പറയാം. സോ നമുക്ക് പോയി നോക്കാം എങ്ങനെയാണ് ഇവരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കാം. ഓക്കെ. സോ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ലൈക്ക് നിങ്ങൾ മില്യൺ ഡോട്ട്സിൻ്റെ കൂടെ ഉണ്ട് ആൻഡ് കഴിഞ്ഞ ഒരു മാസത്തോളമായിട്ട് നിങ്ങൾ കോർ ടീമിൻ്റെ കൂടെ ഉണ്ട് അല്ലേ. സോ പരസ്പരം നിങ്ങൾക്ക് ഒരു മാസത്തോളം നല്ലൊരു പേഴ്സണലി നിങ്ങൾക്ക് നല്ല പരിചയം ഉണ്ടാവും. ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അത് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വഴിയെ ചോദിക്കാം. ഓക്കെ ഫൈൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ കോഴിക്കോട് നിന്നുള്ള 2 പേര് മാത്രമേ ഉള്ളൂ അല്ലേ. കോഴിക്കോടിന് പുറത്താണ് ബാക്കിയുള്ള എല്ലാവരും. ഫൈൻ. അപ്പോൾ ഇതിൽ കണ്ണൂരുള്ള ഒരാളുടെ പുള്ളിക്കാരൻ്റെ സ്ഥലം കണ്ണൂരാണ് റൈറ്റ് അല്ലേ. എവിടെ ആരണ്ട 2 പേരും കണ്ണൂരുണ്ടോ? 2 പേരും കണ്ണൂരുണ്ട്. അപ്പം ബാക്കിയുള്ള ആളുകളോടാണ് ചോദിക്കുന്നത്. കണ്ണൂർ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഫസ്റ്റ് മൈൻഡിലേക്ക് വരുന്ന സംഗതി എന്താണ്? യു ക്യാൻ യൂസ് മൈക്ക് യൂസ് ചെയ്യാം നിങ്ങൾക്ക്. എന്താ കണ്ണൂർ എന്ന് കേൾക്കുന്ന സമയത്ത് ഫസ്റ്റ് നമുക്ക് മനസ്സിലേക്ക് വരുന്നത്? ഒരു ലൈക്ക് നമ്മൾ ഈ ഫിലിമിലൊക്കെ കാണറില്ലേ, കണ്ണൂരാണോ സ്ഥലം ചോദിക്കുന്ന സമയത്ത് ഒരു പേടി, വെട്ടും കുത്തും. ഫൈൻ. സോ ഇവർ 2 പേരും എങ്ങനെയുണ്ട്? കണ്ണൂരുകാരുടെ സ്വഭാവം ഉണ്ടോ? ആരാണ്? ഇവരെയാണോ? പേടിപ്പിക്കുന്ന സ്വഭാവമാണോ? ചെറിയ രീതിയിൽ അല്ല, അങ്ങനെ നേരിട്ടൊന്നും കണ്ടപ്പോൾ പരിചയപ്പെട്ടു ഇരുന്നുള്ളൂ. സോ അങ്ങനെ അറിയാം. സാധാരണ നിങ്ങൾ ഓൺലൈൻ സെഷനിലൊക്കെ ഇരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് പുള്ളിക്കാരൻ? സൈലന്റ് ആൾക്കാരാണല്ലോ പ്രശ്നക്കാർ. ശരിക്കും പ്രശ്നക്കാരനാണോ? അല്ല. ഫൈൻ. സോ കണ്ണൂർ എന്ന് കേൾക്കുന്ന സമയത്ത് ലൈക്ക് നമ്മൾ പടത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും നമുക്കൊരു ഇമേജ് ഉള്ളത് എന്താണ്? ഒരു ഭയാനകമായിട്ടുള്ള ആളുകൾ ജീവിക്കുന്ന ഒരു സ്ഥലമാണെന്നല്ല. പക്ഷേ അങ്ങനെയല്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. പുള്ളിക്കാരൻ എന്താ അവസ്ഥ? സൈലന്റ് ആണോ? 2 പേരും സൈലന്റ് ആണ്. ലീഡറാണ് ഞങ്ങളെ. ആരുടെ ലീഡറാണോ? ലീഡറാണ്. ഓ നൈസ് നൈസ്. എന്തുകൊണ്ടാണ് പുള്ളിക്കാരനെ ലീഡറാക്കാൻ കാരണം? പേര് പറയാം. എന്താ പുള്ളിക്കാരൻ്റെ പേരെന്താ? ഇദാഷ്. ഓക്കെ. ഇദാഷിന് എന്തുകൊണ്ടാണ് ലീഡറാക്കാൻ കാരണം? ജിത്തു സാറ് ഫസ്റ്റ് തന്നെ ഒരാൾ ലീഡറാക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ലീഡർ എന്ന് പറഞ്ഞ കൈവയ്ക്കാണോ? ഓക്കെ ഓക്കെ. ലീഡർ എന്ന രീതിയിൽ ഏറ്റവും മോശമായിട്ടുള്ള ക്വാളിറ്റി എന്താണ് പുള്ളിക്കാരുടേത്? ഏറ്റവും നല്ലതിൽ ഏറ്റവും മോശമായിട്ടുള്ള ക്വാളിറ്റി നിങ്ങൾക്ക് പറയാം. എല്ലാ സമയത്തും ഉണ്ടാവില്ല. ഓക്കെ. ദെൻ പിന്നെ എന്തെങ്കിലും ഉണ്ടോ? എനിത്തിങ്? ഇല്ല, ബാക്കിയൊക്കെ അടിപൊളിയാണ്. ഓക്കെ ഫൈൻ. സോ മൈക്കൊന്ന് പുള്ളിക്കാരൻ്റെ കൊടുക്കാം. ഓക്കെ. എനിക്ക് അറിയേണ്ടത് എന്തുകൊണ്ട് എല്ലാ സമയത്തും ഇല്ല ലീഡർ ആയിട്ടുള്ള കാര്യം? ഇല്ല, ജസ്റ്റ് ഇടയ്ക്കൊക്കെ കുറച്ച് ഫാമിലിയൊക്കെ ആയിട്ട് കുറച്ച് എവിടെയും പുറത്തൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് രാത്രിത്തെ PMS ഒക്കെ ഒന്ന് മിസ്സായി പോകും. അല്ലാതൊക്കെ മാക്സിമം അല്ലെങ്കിൽ ഇവരോട് തന്നെ. ഓക്കെ. ഇതിൽ ഏറ്റവും കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ സെഷനിലും അറ്റൻഡ് ചെയ്ത ആരായിരിക്കും ഉണ്ടാവുക? സിനാനാണോ? ആരാ സിനാൻ? ഫൈൻ. നൈസ് നൈസ്. ജുനൈദ്. ആക്ച്വലി എല്ലാവരും അടിപൊളിയാ. ഓക്കെ. ഇടയ്ക്കിടയ്ക്ക് മുങ്ങുന്ന ആളായിരിക്കും. നിങ്ങളല്ലാതെ വേറെ ആരും ഇതിൽ ഇടയ്ക്കിടയ്ക്ക് മുങ്ങാറ്? അച്ചു. ആരാ? എന്താ പേരെന്താ? അച്യുത്. അച്യുതിനെ കുറിച്ച് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതിൽ. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അച്യുതിനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത് തോന്നുന്നു. ഫൈൻ. സോ ഇതിൽ എനിക്ക് അറിയേണ്ടത് അബദ്ധവശാൽ ട്രേഡിങ്ങിലേക്ക് വന്നു പോയ ആരെങ്കിലും ഉണ്ടോ? അയ്യോ ഞാൻ വന്ന് പെട്ടു എന്ന് തോന്നിയ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, എല്ലാവരും അറിഞ്ഞുകൊണ്ടാണ് ട്രേഡിങ്ങിലേക്ക് വന്നത്. എങ്ങനെ? ഒരു ഫ്രണ്ടിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തതാണ്. ഫ്രണ്ടിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തതാണ്. എനിക്ക് ആ സ്റ്റോറി ഒന്ന് പറഞ്ഞുതരാമോ? ലൈക്ക് ഞാൻ ഡിസംബർ ജിമ്മിൽ ജോയിൻ ചെയ്തപ്പം ജിമ്മിലെ ട്രെയിനറിന് സ്റ്റോക്കിൽ ലൈക്ക് എന്തോരം മൂവ്മെന്റ് കാര്യങ്ങൾ എന്തോരം വരുന്നറിയാൻ വേണ്ടി ലൈക്ക് ഞാൻ പ്രീവിയസ്ലി ചെയ്തിട്ടുണ്ട്. അപ്പം അതിന്റെ ബേസിസിൽ ലൈക്ക് കുറച്ച് അനാലിസിസും കാര്യങ്ങളും അതിന് വേണ്ടിയായിട്ട് കുറച്ച് സ്റ്റോക്കിന്റെ ഇതിൽ തുടങ്ങിയതാണ്. ലൈക്ക് അവസാനം ഞാൻ അതിനകത്ത് കയറി. ഇവിടെ പഠിക്കാനുള്ള പൈസ ആരാ? പുള്ളിക്കാരനാണോ അതോ നിങ്ങൾ സ്വയം എടുത്തു? അല്ല, ഞാൻ ഫോൺ വാങ്ങാൻ വെച്ച കാശ് ഫോൺ വാങ്ങാൻ വെച്ച കാശ് ലൈക്ക് ഇതിനകത്തേക്ക് സ്വിച്ച് ചെയ്തു. എനിക്ക് ആ സ്റ്റോറി കൂടി ഒന്ന് കേൾക്കാം. ഞാൻ ഗെയിമിങ് ചെയ്യുന്നതായിരുന്നു. ഒരു സ്പോർട്സ് പ്ലെയർ ആയിരുന്നു. അപ്പം ലൈക്ക് ഐഫോൺ ലൈക്ക് ഒരു FPS ലൈക്ക് ബേസ് നോക്കുമ്പോൾ ലൈക്ക് ഒരു നല്ല ഡിവൈസ് വേണം. അപ്പം അതിനു വേണ്ടി ഫണ്ട് കൂട്ടി വെച്ച് ലൈക്ക് ടൂർണമെന്റ് കളി ചെയ്യുമ്പോൾ നമുക്ക് ഫണ്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ സേവിങ്സും പിന്നെ 10th പാസ്സായതിൻ്റെ കുറച്ച് സേവിങ്സും ഇല്ല, കുറച്ച് അത്യാവശ്യം സേവിങ്സ് ഉണ്ടായിരുന്നു. ലൈക്ക് ഒരു 80,000 രൂപ അടുത്ത് സേവിങ്സ് ഉണ്ടായിരുന്നു. അപ്പം അത് ഞാൻ ഒരു ഫ്രണ്ട് ത്രൂ പുറത്തുനിന്ന് ഫോം വാങ്ങാൻ വേണ്ടി നിന്ന കാശ് തിരിച്ച് വാങ്ങിച്ച് ലൈക്ക് ഇതിനകത്തേക്ക് പേ ചെയ്തതാണ്. അത് പെട്ടുപോയെന്ന് തോന്നിയോ? ഇല്ല, സത്യം ഇല്ല, എനിക്ക് ആവശ്യത്തിന് വേണ്ടിയല്ലേ. ഓക്കെ. സോ വേറെ ആരെങ്കിലും ഉണ്ടോ അബദ്ധവശാൽ ട്രെയിനിങ് വന്നു പോയി ഉണ്ടല്ലോ?
സോ ട്രേഡിങ്ങിലേക്ക് വന്ന സമയത്ത് ഈവൻ നിങ്ങൾ ഫസ്റ്റ് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പറ്റാത്തൊരു സംഗതിയാണ് ട്രേഡിങ് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം, ഒരുപാട് പേര് ഇനി പറയാനുണ്ട്. ആർക്കെങ്കിലും ഉണ്ടോ എനിക്ക് പറ്റാത്ത ഒരു സംഗതിയാണ് ട്രേഡിങ്, ഇല്ലെങ്കിൽ എന്നെ കൊണ്ട് നടക്കില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ഫസ്റ്റ് ടൈം തോന്നിയായിരുന്നു. കാരണം ഫസ്റ്റ് ടൈമാണ് ഞാൻ മാർക്കറ്റ് പറ്റി അറിയുന്ന പോലും. ജോയിൻ ചെയ്യാൻ വരുന്നതിന് ഒരു 3-4 മാസം മുന്നെയാണ് ഇങ്ങനൊരു സംഭവമൊക്കെ ഉണ്ട്, പൈസ ഉണ്ടാക്കാൻ പറ്റും ഇങ്ങനെ അറിയുന്നത്. അതിനുശേഷം എനിക്ക് ആ ടൈമിൽ എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ആവശ്യം ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഇതുകൊണ്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ എളുപ്പമാണല്ലോ എന്നുള്ള ഇതിലാണ് ഞാൻ ഫസ്റ്റ് ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. അങ്ങനെ പിന്നെ ഞാൻ ആ ടൈമിൽ യൂട്യൂബിൽ കുറേ വീഡിയോ ഒക്കെ നോക്കി, അങ്ങനെ പഠിക്കാനൊക്കെ നോക്കി. പക്ഷേ ട്രേഡ് എടുക്കാനുള്ളൊരു കോൺഫിഡൻസ് വരുന്നില്ല. കാരണം ഒരു ചെറിയ അന്ന് സ്റ്റോക്കിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യം ഒരു ചെറിയൊരു സ്റ്റോക്ക് വാങ്ങിച്ചു, അതിൽ തന്നെ 100-200 ലോസ് വരുമ്പോഴേ ടെൻഷനാകുവാണ്, ഇനി എന്ത് ചെയ്യും എന്നറിയാൻ വയ്യ. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ച് എന്തായാലും ഭയങ്കര സ്ട്രഗിൾ ചെയ്തു വരുന്നൊരു സമയത്തായിരുന്നു. കുറച്ച് ഫിനാൻഷ്യലി കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പം എങ്ങനെയും കുറച്ച് പൈസ കിട്ടിയേ തീരും എന്നൊരു സ്റ്റേജിലായിരുന്നു. അപ്പം വേറെ പുറത്തോട്ട് പോകാൻ വീട്ടുകാർ പറയുന്നുണ്ട്, പക്ഷേ പുറത്തോട്ട് പോകാൻ താല്പര്യമില്ല. പിന്നെ എന്തെങ്കിലും പുതിയൊരു സ്കില്ല് പഠിക്കാം എന്നുള്ള ഇതിലാണ് ട്രേഡിങ് ഞാൻ ചൂസ് ചെയ്തത്. എന്നിട്ട് ഫസ്റ്റ് ടൈം വന്നു, ക്ലാസ് അറ്റൻഡ് ചെയ്തു. ഫസ്റ്റ് ടൈം വന്നു, ഓക്കെ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കുഴപ്പമില്ല. പിന്നെ നമ്മൾ മാർക്കറ്റ് ട്രേഡ് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. ഗ്രാബ് കണ്ടുപിടിക്കാനും ആ ടൈമിലൊക്കെ ഇത് നടക്കുമെന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്ക്. എങ്ങനെ അത് ടാക്കിൾ ചെയ്തെടുത്തു? എന്താണ് അതെങ്ങനെ ഓക്കെ ആക്കി എടുത്തു? ഇങ്ങനെ ഓക്കെ ആക്കി എടുത്തു എന്ന് പറയുമ്പോൾ ഇവിടുത്തെ വെൻഡേഴ്സ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. യദു സാർ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഒരു ഡൗട്ട്, അത് ബിരിയാണി ഇന്ന് വാങ്ങിച്ചതിന്റെ ഇതല്ലല്ലോ. യദു സാറല്ല, യദുണ്ടോ? ഇല്ലല്ലോ. എടാ യദുവിനൊന്ന് മെസ്സേജ് അയച്ചോ, എൽദോന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്, അത് ഒരുമിച്ചാ പഠിച്ചു വളർന്നൊക്കെ. അങ്ങനെ യദു സാറിൻ്റെ അടുത്ത് ഞാൻ ഒരു ഡൗട്ട് എനിക്ക് തോന്നുന്നു 100 തവണയായിട്ട് ചോദിച്ചിട്ടുണ്ട്. കറക്റ്റ് 100 തവണ ചോദിച്ചിട്ടുണ്ട്. ഒരാഴ്ച ഞാൻ മൊത്തം ആ ഒറ്റ കാര്യം തന്നെയാണ് ചോദിച്ചത്. എന്നിട്ടും സാറ് ചിരിച്ചോണ്ടല്ലാതെ എൻ്റെ അടുത്ത് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു ഡൗട്ട് നമ്മൾ 1-2 തവണയൊക്കെ ചോദിച്ചാൽ ഓക്കെ പറഞ്ഞു കൊടുക്കും, അതിൽ കൂടുതൽ ചോദിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞ് ഒരു പ്രശ്നമില്ല, എത്ര ചോദിച്ചാലും പറഞ്ഞാലും ഓക്കെയാണ്. മനസ്സിൽ നിന്ന് പ്രാകുന്നുണ്ടാവില്ല. അങ്ങനെ പുള്ളി സൺഡേ ഒക്കെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഫ്രീ ആണെങ്കിൽ വാ ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിരുത്തി കാര്യങ്ങൾ മൊത്തം പറഞ്ഞു തന്നു. അങ്ങനെയൊക്കെ ആയി വന്നു. പിന്നെ ഒരു സെക്കൻഡ് വീക്കൊക്കെ ആയപ്പോൾ ഓക്കെ ആയി. സാറൊരു എന്താണ് പറഞ്ഞായിരുന്നു, ഒരു 2-3 ഗ്രാബ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വാട്സപ്പ് അയച്ചു കൊടുക്കാൻ. ക്ലാസ്സിൽ ഇരുന്ന് പറഞ്ഞു, ഞാൻ അപ്പം തന്നെ ചാർട്ട് എടുത്തു, അതിന് വാട്സപ്പിൽ അയച്ചു കൊടുത്തു. സാർ ഓക്കെയാണ്, ബെറ്റർ ആവുന്നുണ്ട് നീ എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര ഹാപ്പി ആയിരുന്നു. യെസ്. സോ ഈ കൂട്ടത്തിൽ നിങ്ങളോട് ഞാൻ ചോദ്യം, ഈ കൂട്ടത്തിൽ ഏറ്റവും നല്ല ട്രേഡറായി മാറുന്ന തോന്നുന്ന ഒരു വ്യക്തി ഏതാ നിങ്ങൾക്ക് പറയാം? ഈ കൂട്ടത്തിൽ നമ്മൾ 12 പേരുണ്ട്. എനിക്ക് 100% പറയാൻ പറ്റും, ഈ 12 പേരും ബെസ്റ്റ് ട്രേഡർ ആവും. ഇതിൽ ഇവനെന്ത് മണ്ടനാന്ന് തോന്നിയ ആരെങ്കിലും ഉണ്ടോ? ഇവനെന്ത് പൊട്ടത്തരാ വിളിച്ച് പറയുന്നത് തോന്നിയ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനെ എനിക്ക് കാര്യം തോന്നിയില്ല. സത്യം. നമ്മൾ ഈ 12 പേരും എനിക്കറിയാത്തൊരു കാര്യം ആർക്കും ഒരാൾക്ക് അറിയായിരിക്കും. ഹെൽപ്പിംഗ് ആയിരുന്നു. ഇവൻ നിങ്ങളുടെ സാർ ജിത്തു സാർ ഇങ്ങനെ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരുന്ന സമയത്ത് ഇവൻ എന്താ പൊട്ടത്തര പറയുന്നത് ചിന്തിക്കാൻ കൂടി പറ്റൂല. കാരണം ജിത്തു സാറിന് കാര്യം പറഞ്ഞ കണക്കാണ്, എത്ര വേണോ പറഞ്ഞു തരും, എത്രയോ സോഫ്റ്റ് ആയിട്ടാണ് പറഞ്ഞു തരുന്നത് വെച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന അത്രയും പറഞ്ഞു തരും. ഭയങ്കര ആരാധനയൊക്കെ തോന്നൂല. അങ്ങനെ ഒരു അയ്യോ ഇതാണ് ജിത്തു സാർ. ലൈക്ക് നമ്മൾ നിങ്ങളിപ്പോൾ ലൈവ് ഈവനിങ് ഒക്കെ നിങ്ങൾ ഒരുമിച്ച് സൂമിലൊക്കെ ഇരിക്കാൻ മാർക്കറ്റ് ഓപ്പൺ ആവുന്നതിന് മുന്നേ ഒരു 9 മണി തൊട്ട് ഇതിൽ ഏറ്റവും ബോറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാറാ? നിങ്ങൾ തന്നെ ചാർട്ടൊക്കെ അനാലിസിസ് ചെയ്ത് മേ ബി പരസ്പരം അങ്ങോട്ട് എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും അല്ലേ? ഇവൻ നമ്മളൊക്കെ പണ്ട് കോർ ചെയ്ത സമയത്തല്ല ഏറ്റവും ബോറായിട്ട് ആരാ ചെയ്യാം? അത് എനിക്ക് ഞാനായിരിക്കും. ആണോ? സത്യം ആണോ? ഇവൻ പുള്ളിക്കാരനാണോ? എല്ലാവരും എന്നെ കുറച്ചുകൂടി എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട്, അപ്പോൾ അവർ കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യും. ഇതിലാരാ ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ള ആൾ? അച്ചു നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ലൈക്ക് ഐ മീൻ അതായത് ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷമുള്ള എക്സ്പീരിയൻസ് ആണോ അല്ലെങ്കിൽ അതിന് മുന്നേ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു? ഒരു 1 year ഒക്കെ ആയിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആരാളുള്ളത്? മൈക്ക്. ഞാൻ 10th പഠിക്കുന്ന സമയത്ത് ട്രേഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എത്രയില്ല? ഇപ്പം ഞാൻ 12th കഴിഞ്ഞുള്ളൂ. അപ്പം ഞാൻ സ്റ്റോക്ക് ചെയ്തായിരുന്നു. ലൈക്ക് അപ്പം യൂട്യൂബിലെ വീഡിയോസ് കണ്ട് ലൈക്ക് ചെറിയ ആപ്പിൽ ഒരു 1000 രൂപയ്ക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അത് ബേസിക്സ് ഒക്കെ അറിയായിരുന്നു, അല്ലാതെ ഓപ്ഷൻസ് ഫ്യൂച്ചേഴ്സ് അതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ലൈക്ക് അത് ഇവിടെ വന്ന് പഠിച്ചത് ലൈക്ക് മാർക്കറ്റ് ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു ഡിസംബർ മുതൽ ഫോളോ അപ്പ് ചെയ്ത് തുടങ്ങുന്നതാണ്. അനാലിസിസും കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ സ്ട്രാറ്റജീസ് കുറേ ട്രൈ ഔട്ട് ചെയ്തിട്ട് ലൈക്ക് എനിക്ക് ഉറപ്പായി അത് വർക്കൗട്ട് ആവില്ലെന്ന്
ഉറപ്പായപ്പോൾ എന്തായാലും എന്തായാലും ഒരു കോഴ്സ് എടുത്തിട്ട് കണ്ടിന്യൂ ചെയ്യാനുള്ളൂ. ക്യാപിറ്റൽ വാഷ് ഔട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള മൈൻഡ് വന്നപ്പോൾ ലോസ് ഒന്നും വരുത്താതെ തന്നെ പഠിക്കാൻ ചേർന്നു. ഓക്കെ ഫൈൻ. സോ നമുക്ക് അവിടെ മുതൽ തുടങ്ങാം. എല്ലാവരുടെ ഭാഗത്തും എനിക്ക് കേൾക്കേണ്ട ഒരു മറുപടിയാണ്. ഓക്കെ, സോ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഇന്ന് ഇവിടെ ഒരു സെഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന് എല്ലാവരും മില്യൺ ഡോളേഴ്സിലേക്ക് എത്തിപ്പെടണം എന്നുള്ള കാര്യം മേ ബി ഒരു 1 വീക്ക് ബിഫോർ മേ ബി പറഞ്ഞിട്ടുണ്ടാവും, ഇല്ലേ? റൈറ്റ്. സോ ഒബ്വിയസ്ലി നമ്മളൊരു ട്രിപ്പ് പോകുന്നതിന് മുന്നേ, അല്ലെങ്കിൽ നമ്മൾ എവിടേക്കെങ്കിലും വളരെ എക്സൈറ്റഡ് ആയിട്ട് നമ്മൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നതിന് മുന്നേ നമ്മൾ കുറേ മാനിഫെസ്റ്റ് അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്യും. ഇവിടെ വരുന്ന സമയത്ത് ഇങ്ങനെ ആവണം, ഇങ്ങനെ കാണണം, നമ്മൾ ഡ്രസ്സ് ചെയ്യുന്ന രീതി, ഇല്ലെങ്കിൽ ഈവൻ നമ്മളിവിടെ വന്നിട്ട് ഓരോരുത്തരെ പരിചയപ്പെടുന്ന രീതി, പല രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. ഓക്കെ, സോ എന്തൊക്കെ സത്യസന്ധമായി പറയണം, എന്തൊക്കെ കാര്യങ്ങളാണ് ചിന്തിച്ചത്, ആൻഡ് ഇവിടെ വന്നിട്ടുള്ള എക്സ്പെക്ടേഷൻ ആൻഡ് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റീൽസിലൊക്കെ കാണാറുണ്ടല്ലോ, അങ്ങനെയായിരുന്നു സംഗതി, എന്തായിരുന്നു എന്ന് പറയണം. നല്ല എക്സ്പെക്ട് ചെയ്തിട്ട് തന്നെയാണ് വന്നത്. ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. ഇവിടെ ഫംഗ്ഷൻ ഫിക്സ് ചെയ്യുന്ന ടൈമിൽ ഞാൻ ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ ഇവിടെ വരാൻ അപ്പോഴേ ത്രില്ലാണ്. എന്തൊക്കെ കാര്യങ്ങളായിരുന്നു വിചാരിച്ചത് ഇവിടെ വന്നിട്ട്? മേ ബി ഓരോരുത്തരെ പരിചയപ്പെടുന്ന ആവാം. ഇവിടെ വന്നിട്ട് ട്രേഡ് എടുക്കണം, എല്ലാവരും കൂടുതലും എല്ലാവരും ഫസ്റ്റ് എല്ലാവരെയും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ എല്ലാവരെയും കണ്ട് പരിചയപ്പെടണം, എല്ലാവരെയും ഇൻഡയറക്റ്റ് ആയിട്ട് കണ്ടിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാവരെയും പരിചയപ്പെടണം, പിന്നെ ലൈവായിട്ട് ഒരുമിച്ച് ട്രേഡൊക്കെ എടുക്കണം എന്നൊക്കെ ഉള്ള വേണ്ടിയായിരുന്നു. ട്രേഡ് മാത്രം ഇന്ന് മാർക്കറ്റ് കണ്ടീഷൻ അങ്ങനെ ആയതുകൊണ്ട് ബാക്കി എക്സ്പെക്ട് ചെയ്ത മാതിരി തന്നെ എല്ലാ ആൾക്കാരും ഓൺലൈനിലുള്ള മാതിരി തന്നെ നല്ല അടിപൊളിയാണ്. വേറെ എന്തെങ്കിലും തോന്നിയോ? ആരെങ്കിലും എന്തെങ്കിലും ഇംപ്രസ് ചെയ്യിപ്പിക്കണമൊക്കെ ചെയ്തു? ഈവൻ ജിത്തുവിനൊക്കെ ഒന്ന് ഇംപ്രസ് ചെയ്യിപ്പിക്കണം. ജിത്തു സാർ ഞാൻ ഇവിടെ തന്നെ ആയതുകൊണ്ട് സാറിന് കുറെ ടൈം കണ്ടത്. അതിനോട് സാറിന്റെ ഇതിൽ എനിക്ക് ഇവരെ മാത്രം എക്സ്പെക്ട് ചെയ്ത മാതിരി തന്നെ, വേറെ പ്രത്യേകിച്ചൊന്നും. ഞാൻ മുക്കത്തുള്ളതാണ്. അപ്പോൾ ഇങ്ങോട്ട് വരണമെന്ന് ആദ്യം ചിന്തിച്ചേനെ. പിന്നെ കുറച്ച് പ്രോഫിറ്റ് ഒക്കെ ആയിട്ട് വരണാണല്ലോ നല്ലത്. പഠിച്ചിട്ട് പ്രോഫിറ്റ് ഇല്ല, ലോസിൽ ഇങ്ങോട്ട് വന്നിട്ട് നിങ്ങളെ കാണാൻ ഫേസ് ചെയ്യാൻ മടിയിലുണ്ട്, അങ്ങനെ വരാതെന്നേനും. പിന്നെ കോർ ടീമിലെത്തി ഇവിടെ ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ഞാൻ സാറ് ഒരു ഇതുണ്ട് പറഞ്ഞ് ഞാനൊരു അസൈൻമെന്റ് ചെയ്തിട്ട് ഭാഗ്യത്തിന് കിട്ടി. അത് കിട്ടി കഴിഞ്ഞപ്പോൾ ഫുൾ ചേഞ്ചായി. ഞാൻ ഫസ്റ്റ് മുതൽ ഒരു SMC മാത്രം വെച്ച് അത് ഓരോ ഹോബി കിട്ടിയാൽ അതിൽ ട്രേഡ് ചെയ്യുക, അത്രമാത്രമേ എനിക്കിതിൽ അറിയുള്ളൂ. പക്ഷെ കോർട്ടിൽ എത്തി കഴിഞ്ഞാൽ ഇവരൊക്കെ ഫസ്റ്റ് ഡേ വലിയൊരു എനിക്കൊരു സുഖം തോന്നിയില്ല. എനിക്കിത് പരിചയമില്ലല്ലോ. പിന്നെ സെക്കൻഡ് ഡേ തൊട്ട് ഇങ്ങനെ പരിചയമായി. ഇപ്പോൾ ഇവരൊക്കെ സ്ഥിരം രാവിലെ മുതൽ വൈകുന്നേരം രാത്രി വരെ 10 മണി വരെ ഇവര് കൂടെ പുള്ള ഒരു മന്തായിട്ട് ഇവരൊക്കെ കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഇവിടെയുള്ള ഓരോരുത്തരെ കുറിച്ച് എത്രത്തോളം പഠിച്ചിട്ടുണ്ട്? എത്രത്തോളം പഠിച്ചെന്ന് വെച്ചാല് നമ്മ സംസാരിച്ചാൽ അറിയാലോ. ഇപ്പൊ അച്യുതാണെങ്കിലും കുറച്ച് നല്ല ആക്റ്റീവാണ്, കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ ഒരു ട്രേഡ് വരികയാണെങ്കിൽ അതെങ്ങനെയൊക്കെ ഫെയിൽ ആവും അങ്ങനെ പറയാം. നമ്മളൊരു ട്രേഡ് എടുക്കാൻ സ്വൈപ്പ് ചെയ്യാൻ അങ്ങ് നിൽക്കും. അപ്പൊ പറയാ ഇത് ഇങ്ങനെ അല്ല, ഇത് ഇപ്പൊ ഫെയിൽ ആവാൻ ചാൻസ് ഉണ്ട് അങ്ങനെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. മാക്കറിനെ പറഞ്ഞു വീഴ്ത്തുന്ന ആളാണ്. പിന്നെ ശരത് ബ്രോ ആണല്ലോ സംസാരിക്കൂല, അങ്ങനെ ഉണ്ടായേക്കല്ല. അക്ഷയ് ബ്രോ ശരത്താരാ? ശരത്തിനടുത്ത് മൈക്ക് കൊടുക്കുക. പിന്നെ ഇവരെല്ലാരും അടിപൊളിയാണ്. ഇപ്പൊ ഓക്കെയാണ്. ഈ കഴിഞ്ഞ 2-3 വീക്കായിട്ട് ഫസ്റ്റ് വീക്ക് മാത്രമേ പ്രശ്നമുള്ളായിരുന്നു. ബാക്കിയൊക്കെ ഇപ്പൊ നല്ല ആക്റ്റീവ് എല്ലാവരും, നല്ല സംസാരിക്കും. പിന്നെ ഇവിടെ വരാൻ കഴിയാത്ത നിദാലുണ്ട്, പിന്നെ അടിപൊളിയാണ്, എല്ലാ ട്രേഡ് എടുക്കും. ലോസ് ആണേലും നമ്മളൊക്കെ വിചാരിക്കണാണ്ടി മുമ്പ് ട്രേഡ് എടുക്കും. ഇന്നും എടുത്തില്ല, ഞങ്ങൾ ആരും ട്രേഡ് എടുത്തില്ല, 1-2 ട്രേഡ് എടുത്തില്ല. 2 പ്രോഫിറ്റ്. സന്തോഷം. ഓക്കെ, അപ്പോൾ ഓവർ ട്രേഡ് ചെയ്യുന്ന ആളാരും ചോദിക്കേണ്ട ആവശ്യമില്ല. അല്ല, നിദാലാണ്. അല്ല, സെറ്റപ്പ് ഓക്കെ ആക്കും. നമ്മളൊക്കെ ഇങ്ങനെ വിചാരിച്ചേക്കല്ലോ ഇതിപ്പോ ഓക്കെ സെറ്റപ്പ് ആണ്, ഇവിടെ ട്രേഡ് എടുക്കാന്ന് വിചാരിച്ചേക്കാം. ഓനെടുത്ത് വെച്ചിട്ടുണ്ടാവും. ഡിസിഷൻ മേക്കിംഗ് കുറച്ച് ഫാസ്റ്റ് ആണ് അല്ലേ? അപ്പോൾ അഗ്രസീവ് ആണ്. അപ്പോൾ ഈ കൂടുതൽ ഏറ്റവും കൂടുതൽ അഗ്രസീവ് ആയിട്ടുള്ള ആളും പുള്ളിക്കാരനാണ്. അപ്പോൾ ഞാൻ ചോദിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അങ്ങനെ സംസാരിക്കാത്ത ആൾക്ക് കൊടുക്കാം. ഇവിടെയുള്ള ഏതെങ്കിലും ഒരാളെ സെലക്ട് ചെയ്യാം, എന്നിട്ട് അയാളെ കുറിച്ചൊന്നും പറയണം. ആരെയാ ഇതിൽ ആരെക്കുറിച്ച് പറയണമെന്ന് തോന്നുന്നത്? ലൈക്ക് നിങ്ങൾക്ക് എന്തായാലും ഓരോരുത്തരെ കുറിച്ചുള്ളൊരു ചിന്താഗതി എന്തായാലും ഉണ്ടാവും അല്ലേ? അപ്പം നിങ്ങൾക്ക് ആരെക്കുറിച്ച് വേണമെങ്കിൽ മൈക്ക്. വേണ്ട, 2-3 പേരെ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, സമയമുണ്ട്. അല്ല, അങ്ങനെ പ്രത്യേകിച്ച് ഒരു അഭിപ്രായം എല്ലാവരെ കുറിച്ച് നല്ല അഭിപ്രായം. ലൈക്ക് ഈവൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യത്തിനാണെങ്കിലും, ഇല്ലെങ്കിൽ നിങ്ങളെ ക്ലാസ്സസിന് നിങ്ങളെ ലൈക്ക് വരുന്ന എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യമാണെങ്കിലും, അല്ലെങ്കിൽ ട്രേഡിങ്ങിൻ്റെ കാര്യമാണെങ്കിലും, നിങ്ങൾക്ക് കുറച്ചും കൂടിയും ലൈക്ക് ആരെക്കുറിച്ചായിരിക്കും കുറച്ചും? അങ്ങനെയല്ല, ഹെൽപ്പ് ചെയ്യുന്ന രീതിക്ക് നോക്കുമ്പോൾ എല്ലാവരും ഹെൽപ്പാണ്. കാരണം ഇപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാത്ത കാര്യം വേറെ ഒരാളെ നിന്ന് എനിക്ക് പുതിയൊരു ഐഡിയ ആയിട്ട് കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. കോർ ടീം വന്നതിൻ്റെ അങ്ങനത്തെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. കാരണം അതിനു മുന്നേ
ഞാൻ മുന്നേ എടുത്ത ലെവലൊക്കെ കാണുമ്പോൾ എനിക്ക് ചിരി വരും. ഒരു പൊട്ടത്തനങ്ങളാണ് അതൊക്കെ. നമ്മളിപ്പോൾ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും അത് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുമല്ലോ, വെച്ചിട്ട് അതിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ബാക്ക് ടെസ്റ്റ് ചെയ്യണ മാതിരി ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഇപ്പോൾ തോന്നുന്നു അവിടെ എന്ത് കൺഫർമേഷൻ്റെ ബേസിസിലാണ് അവിടെ ഞാൻ അന്ന് എൻട്രി പുഷ് ചെയ്തതെന്നൊക്കെ. ഇപ്പം അങ്ങനത്തെ കുറേ മണ്ടത്തരങ്ങളൊക്കെ ഒഴിവായി കോർ ടീം വന്നിട്ട്. ഓക്കെ ഫൈൻ ഫൈൻ. എനിക്ക് പുള്ളിക്കാരൻ കൊണ്ട് കൊടുക്കാം. പുള്ളിക്കാരൻ കുറേ നേരം എനിക്ക് ഇവിടെ മൈക്കൊന്നും ഇല്ലാതെ വിചാരിച്ച് നിൽക്കുന്നു. ഫൈൻ. സോ നിങ്ങൾ എവിടെ സ്ഥലം എവിടെയാണ്? ഞാനിവിടെ കോഴിക്കോട് തന്നെ. കോഴിക്കോട് തന്നെയാണ്. ഫൈൻ. സോ കോഴിക്കോട് വന്നിട്ട് ഇവർക്കൊക്കെ എന്താ വാങ്ങിച്ചു കൊടുക്കുന്നത്? നിങ്ങൾ ചോദിച്ചു ഇവിടെ കോഴിക്കോടിനെ കുറിച്ചുള്ള എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ് ഇവർക്ക് കോഴിക്കോട് നിന്ന് കേൾക്കുന്ന സമയത്ത് മനസ്സിൽ വരുന്നത് ചോദിച്ചു. കോഴിക്കോട് നിൽക്കുമ്പോൾ അച്യുതിനോട് പറയുന്നു ഇവിടെ വന്നിട്ട് ഫുഡ് കുറെ എക്സ്പ്ലോർ ചെയ്യുന്നു. ഓക്കെ. എൻ്റെ അച്യുത് ഇന്ന് പോകുന്നുണ്ടോ നാട്ടിലേക്ക്? ഇന്ന് പോകുന്നുണ്ടോ? ആ. എന്നിട്ട് എന്താ ഇവർക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത്? വാങ്ങിച്ചു കൊടുക്കാൻ വാങ്ങിച്ചു കൊടുക്കാൻ എൻ്റെ പൈസയൊന്നും ഇല്ല. നമ്മള് കോഴിക്കോട്ടുകാരാണല്ലോ. ഇവിടെ കോഴിക്കോട്ടുകാരെന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താ സൽക്കാര പ്രിയരാണ്. എന്താണ് എങ്ങനെയാ ഇവരെ സൽക്കരിക്കുന്നത്? അത് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ട്രീറ്റിൽ കിടക്കാം. ഓക്കെ. ഇത് കഴിഞ്ഞിട്ട് എന്തായാലും ഉണ്ടാവും. അപ്പം ഞങ്ങളും കൂട്ടും. ജിത്തുവിനെ കൂട്ടുന്നുണ്ടോ? എല്ലാവരും കൂട്ടുന്നുണ്ട്. ഫൈൻ. ഓക്കെ. സോ എനിവേ നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇവിടെ എഴുതി തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒരു 2-3 ക്വസ്റ്റ്യൻസ് നമുക്ക് പോവാം. അതിനുശേഷം നമുക്ക് ബാക്കി വിശേഷങ്ങളിൽ പോകാം. ഓക്കെ. സോ ഞാനിവിടെ ഫസ്റ്റ് ചോദ്യം നീതു. ആരാ? നീതു. നീതിനുള്ളതാണ്. വൈ ആർ യു സോ ക്യുക്ക് ഇൻ എക്സിസ്റ്റിംഗ് റാദർ ദാൻ യു ഹോൾഡ് മോർ? എന്തുകൊണ്ടാണ് പെട്ടെന്ന് നിങ്ങൾ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നത്, ഒരിക്കലും ഹോൾഡ് ചെയ്യാതെ ഇരിക്കുന്നത്? ഞാൻ മെയ് ബാച്ച് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഓക്കെ. അപ്പം മെയ് ജൂണൊക്കെ ആയി കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത ട്രേഡ്സ് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ ഓൾ ടൈം ഹൈ കയറി പോകുന്നു. അങ്ങനെ നമുക്ക് SMCയിൽ വലിയ, അതായത് നമ്മൾ ബിഗിനർ ആയതുകൊണ്ട് തന്നെ വലിയ ട്രേഡ്സ് ഒന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ഓഗസ്റ്റ് സെപ്റ്റംബറൊക്കെ ആയപ്പോൾ ഓക്കെ ആയി, കുഴപ്പമില്ലാതെ വന്നു. അത് കഴിഞ്ഞ് ഒക്ടോബറൊക്കെ ആയപ്പോഴത്തെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ലോസസ് ആയി എനിക്ക്. അപ്പം അതിന് ശേഷം നമ്മൾ കോർ ടീമിലേക്ക് വന്നു. കുറച്ച് നാൾ വേറൊരു മെത്തേഡ് നമ്മൾ പഠിച്ചു തുടങ്ങി. അപ്പം അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ആ ഒരു രീതി നമ്മൾ ട്രേഡ് എടുത്ത് തുടങ്ങിയപ്പോൾ ടെൻഷനായി. കൺസിസ്റ്റൻ്റ് ആയിട്ട് ലോസിൽ നിന്ന് പിന്നെ നമ്മൾ പ്രോഫിറ്റിലേക്ക് വന്നപ്പം ആ പ്രോഫിറ്റ് നമുക്ക് നഷ്ടപ്പെട്ട് കളയരുത്. എന്നുവെച്ചാൽ നമ്മൾ ഒരു പക്ഷേ പ്രീമിയം ഒരു 13-14 ഒക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ എക്സിറ്റ് ആയി കാണും. പക്ഷെ പ്രീമിയം 40-50 ആ ഒരു റേഞ്ചിലേക്കൊക്കെ ഇൻക്രീസ് ആയിട്ടുണ്ടായിരിക്കും. അപ്പം എനിക്കത് അത്രയും ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഇതായിട്ടില്ലായിരുന്നു. അപ്പം കുറേ നാൾ ലോസ് വന്നു. നമുക്ക് ആ കിട്ടുന്ന പ്രോഫിറ്റ് കളയരുത് എന്നുള്ളൊരു ഇതുകൊണ്ടാണ് ഞാൻ ഹോൾഡ് ചെയ്യാണ്ട് എക്സിറ്റ് ആയി. നീതിനെ കുറിച്ച് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? പുള്ളിക്കാരുടെ ഈ ഒരു ക്യാരക്ടർ അല്ലാതെ വേറെ എന്തെങ്കിലും എനിത്തിങ് ഉണ്ടോ? ആർക്കും ഇല്ലേ? പറഞ്ഞോളൂ. കുറച്ച് പേടിയാണ്. ഓക്കെ. പേടിയാണ്. ഓക്കെ. സോ അതായത് എന്തിനോടുള്ള പേടിയാണ്? ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അത് ലോസിലേക്ക് പോകുന്നുള്ള പേടിയാണ്. ആ ഒരു പേടിയാണ്. ഒരു സെറ്റപ്പ് വന്നാൽ എന്തായാലും ഞങ്ങൾ കാണാതെ പോകില്ല. ഇപ്പോൾ ഈ ഒരു മാസം എല്ലാ സെറ്റപ്പും ഞങ്ങൾ കണ്ടതിൻ്റെ മുന്നിലൂടെ പോയി. അപ്പോൾ ഞങ്ങൾ ഏതായാലും എടുക്കാൻ റെഡി ആയിക്കും. എല്ലാവരും എടുത്തിട്ടുണ്ടാവും, കൂട്ടത്തിൽ ഇതും എടുത്തിട്ടുണ്ടാവും. പക്ഷേ വെപ്രാളം ഏതെവിടെ എക്സിറ്റ് ആണോ? എങ്ങനെ ഈ വെപ്രാളം എക്സ്പ്രസ് ചെയ്യുന്നത്? കാരണം നിങ്ങൾ സൂം ത്രൂ ആയിരിക്കും നിങ്ങൾ മീറ്റിംഗ്. എങ്ങനെയായിരിക്കും? എന്തൊക്കെ ഒച്ച ഉണ്ടാക്കും. ഇതെവിടെ ഗ്രാബ് വരുന്നുണ്ട്, ഈ ഗ്രാബ് വർക്ക് ചെയ്ത് റിട്ടേൺ അടിക്കും, ഇപ്പൊ പോകുമെന്ന് അറിയും. ഒരു പേടി നമ്മളൊക്കെ അങ്ങനെ കൂളായിട്ട് ഞാൻ കൂളായിട്ട് തന്നെ എടുക്കല്. ഞാൻ ഇപ്പോ ഇത് കഴിഞ്ഞ ദിവസം നല്ല രസമായിരുന്നു. ഗൂഗിൾ മീറ്റിൽ ഞങ്ങൾ ട്രേഡ് എടുത്തോണ്ടിരിക്കുക എല്ലാവരും ഒരുമിച്ച്. സത്യത്തിൽ ആരെങ്കിലും അത് കേൾക്കുവാണെങ്കിൽ ചിരിച്ചു കൂടും. ആ രീതിയിൽ എല്ലാവരും ബഹളം വെക്കുക. എവിടെ എക്സിറ്റ് ആകണം, എവിടെ എടുക്കണം, എന്നാ കാണിക്കണം. അപ്പം അച്ഛൻ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഇത് അങ്ങനെ പോകും, 15-80 വരെ പോകും, അത്രയും പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ എല്ലാവരും ടെൻഷനായിരുന്നു, ഞാൻ മാത്രം അല്ലായിരുന്നു. അപ്പോൾ ഒരു മാസം നിന്നിട്ട് എവിടെ ട്രേഡ് എടുക്കണം, എവിടെ എക്സിറ്റ് ചെയ്യണം ജിത്തു പഠിപ്പിച്ചു തന്നിട്ടില്ല. ജിത്തുവിനെ കൊണ്ട് പുഷ് എടുപ്പിക്കണോ? ഓക്കെ ഫൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ യുവർ തോട്ട്സ്? ഓക്കെ. അതായത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഹോളിഡേയ്സ്, അതായത് മാർക്കറ്റ് ഇല്ലാത്ത ദിവസം എന്താണ് നിങ്ങളുടെ ഓവറോൾ എല്ലാവർക്കും ഉള്ള തോട്ട്സ്? എല്ലാവർക്കും ഉള്ള ക്വസ്റ്റ്യനാണ്, ടോട്ടൽ മെമ്പേഴ്സിനുള്ള ക്വസ്റ്റ്യനാണ്. അതായത് മാർക്കറ്റ് ഹോളിഡേയ്സിൽ എന്താണ് നിങ്ങളുടെ ഒരു ഇമോഷൻ, ഇല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ചിന്താഗതി, എങ്ങനെയാണ് പോകുന്നത്? അതായത് അവധി ദിവസങ്ങൾ, മാർക്കറ്റ് അവധി ദിവസങ്ങൾ. ഓക്കെ ഫൈൻ, പോട്ടെ. മാർക്കറ്റ് അവധി ദിവസങ്ങളിൽ കൂടുതലും ചെയ്യുന്നത് ബിഗ് ടെസ്റ്റ് ചെയ്യും. പിന്നെ നമ്മൾ തമ്മിൽ ഒരു സൂമിൽ
പുതിയ ലെവലുകൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട്. ഓക്കെ. ബോറിംഗ് ആണോ ശരിക്കും മാർക്കറ്റില്ലാത്ത ദിവസങ്ങൾ? അതാണ് ചോദിക്കുന്നത്. ജെനുവിൻ ആൻസർ ആണ് ചോദിക്കുന്നത്. അത് മാർക്കറ്റില്ലാത്ത ദിവസം ബോറിംഗ് ആണോ എന്ന് ചോദിക്കില്ല. കാരണം നമ്മൾ ഈ 12 പേര് ഉള്ളതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീതുവിന്റെ കോമഡിയും ഒരുപാട് കാര്യങ്ങളുള്ളതുകൊണ്ട് കുഴപ്പമില്ല. നീതുവാണ് ഇവിടെ ഏറ്റവും കോമഡി കാണിക്കുന്നത്. സംസാരം ആരാണ്? ഓക്കെ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങൾ എന്താണ് മാർക്കറ്റ് ഹോൾഡേഴ്സ് ചെയ്യാറ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസ് എങ്ങനെയൊക്കെയാണ് പോകാറുള്ളത്? മാർക്കറ്റ് ഹോൾഡേഴ്സ് മെയിനായിട്ട് ഇത് പറഞ്ഞാൽ നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ. ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ കോർ ടീമിൽ വന്നതിന് ശേഷം ജിത്തു സാർ ഓരോരോ തോട്ട്സ് ഇട്ടുതരും. ഓക്കെ. ആ തോട്ട്സ് വർക്ക് ചെയ്യാൻ പറയും. ആ മാർക്കറ്റ് ഹോൾഡേഴ്സിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് അത് വർക്ക് ചെയ്യലുണ്ട്. പിന്നെ കുറച്ച് എന്തായാലും ഈ ഒരു 5 ദിവസം നമ്മൾ മാർക്കറ്റിൽ തന്നെ ഫുള്ള്, പിന്നെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ ഫാമിലീസിനും സ്പെൻഡ് ചെയ്യും. ഓക്കെ, ഫൈൻ. സോ ആക്ച്വലി നമ്മളൊക്കെ ആ ഒരു ട്രേഡിങ്ങിലേക്ക് ഇറങ്ങിയ സമയത്ത് മേ ബി സാറ്റർഡേ ആണ് അല്ലെങ്കിൽ ലീവ് ആണെന്നുള്ളൊരു ഓട്ടോമാറ്റിക്കലി നമ്മൾ മറന്നുപോയി രാവിലെ മാർക്കറ്റിന് മുന്നിൽ ലൈക്ക് വന്നിരുന്ന് ട്രേഡ് ചെയ്യാൻ വേണ്ടി വന്നിരുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിൽ? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ സാറ്റർഡേ? ആ ഒരു സിറ്റുവേഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാനിങ്ങനെ ഹോളിഡേ ഡേയ്സ് ഉണ്ടാവുമല്ലോ, അതൊക്കെ വിട്ട് ലൈക്ക് ട്യൂസ്ഡേ മൺഡേയിലൊക്കെ ചില ഹോളിഡേയ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്തൊക്കെ രാവിലെ വന്നിട്ട് നോക്കും മാർക്കറ്റ് ഓപ്പൺ അല്ല, അതെന്താന്നുള്ള ഒരു ഐഡിയ ഉണ്ടാവില്ല, പെട്ടെന്ന് നമ്മൾ ഓർക്കില്ല അത്. നമ്മള് ആ അനാലിസിസ് ഒക്കെ രാവിലെ വായിച്ചു നോക്കും, ഇന്ന രീതിയിലാണെന്നുള്ള വ്യൂസ് ഒക്കെ ആക്കി മാർക്കറ്റിൽ 9:15 നോക്കുമ്പോൾ മാർക്കറ്റ് ഓപ്പൺ അല്ല. എന്നിട്ട് ലൈക്ക് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ട് എന്താ വന്ന് മാർക്കറ്റ് ഓപ്പൺ അല്ല, അല്ലെങ്കിൽ എൻ്റെ കമ്മ്യൂണിറ്റി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഹോൾഡേ എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു. അപ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യണത് അങ്ങനത്തെ ഒരു ഹോൾഡേ ആയിരുന്നു. ഓക്കെ, ഫൈൻ. ഇനി അടുത്ത ജിത്തുനോടാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. ജിത്തു, ഒന്നുമില്ല, എന്തുകൊണ്ടാണ് കോർ ടീമിൻ്റെ പരിപാടി ഒരു ദിവസം ആയിട്ട് വെച്ചത് 2-3 ദിവസം കൂടി കൂട്ടിക്കൂടായിരുന്നു? അല്ല, എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരോട് ചോദിച്ചപ്പോൾ ഒരു ദിവസമാണ് പറഞ്ഞത്. ആണോ? അപ്പോൾ സത്യം അങ്ങനെയാണോ? അല്ല, അവർക്ക് താല്പര്യം ഇനിയും വരാം. ഓക്കെ, ഫൈൻ. സോ അത് അവിടെ സോൾവ് ചെയ്ത്. ഓക്കെ, ശരത്ത് നിനക്കുള്ള ചോദ്യമാണ്. നെക്സ്റ്റ് ടൈം വരുന്ന സമയത്ത് താടി നിർബന്ധമായിട്ട് വെക്കണം എന്ന് പറഞ്ഞത് താടിയുള്ള വ്യക്തിയായിരുന്നോ? താടി അവിടെ ഇവിടെ രണ്ടും മുടി നിൽക്കുന്നതല്ല, ഇങ്ങനെ നിൽക്കുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? എന്ത് താടി വെക്കണം ബ്രോ എന്ന് പറഞ്ഞിട്ടുണ്ടാവുക? അതിൽ ആരാന്ന് പറയണ്ട. എന്തുകൊണ്ടായിരിക്കും? താടിയുള്ള ഫോട്ടോ ഉണ്ടോ? താടിയുള്ള ഫോട്ടോ ഒന്നുമില്ല. താടിയുള്ള ഫോട്ടോ ഇല്ല. താടി ഇതുവരെ വെച്ചിട്ടുണ്ടോ? ഇല്ല. എങ്ങനെ? ഞാൻ തന്നെ കണ്ടിട്ടില്ല എന്നെ താടി വെച്ചിട്ട്, പിന്നെ എങ്ങനെ ഇവര് കാണുന്നേ? ഓക്കെ, ഫൈൻ. സോ അടുത്തത് ചോദ്യം ജിത്തുവിനുള്ളതാണ്. സത്യസന്ധമായിട്ടുള്ള കാര്യം പറയണം, ഒരിക്കലും കള്ളത്തരം പറയാൻ വേണ്ടി പാടില്ല, വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യം. ഓക്കെ, ജിത്തു സാറിൻ്റെ മാരേജ് കഴിഞ്ഞതാണോ? ഓക്കെ, ജിത്തു സാറിന് ലവർ ഉണ്ടെന്നും അയാളെ കുറിച്ച് പറയാൻ പറഞ്ഞു. സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പറയണം. ഒരിക്കലും പിള്ളേർ, അത് സ്റ്റുഡൻസ് ആണ്, അധ്യാപകനാണ്, അപ്പോൾ കള്ളത്തരങ്ങൾ പറയാനേ പാടില്ല. കല്യാണം കഴിഞ്ഞിട്ടില്ല, പെട്ടെന്നൊന്നും ഉണ്ടാവില്ല. അപ്പോൾ വാട്ട് അബൌട്ട് ഗേൾഫ്രണ്ട് ഉണ്ടോ? ഉണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ചോദിക്കാറുണ്ടോ? അല്ല, ഞാൻ അതിനെ കുറിച്ചൊന്നും അങ്ങനെ പറയാറില്ല. അല്ല, ഇവർക്ക് ചോദിക്കാം, പറയേണ്ട ഉത്തരവാദിത്തം ഉണ്ട്. പഠിക്കുകയാണ്, പഠിത്തം കഴിഞ്ഞു, ഇപ്പം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിലാണ്. ഫൈൻ. കല്യാണം ഉണ്ടാവും, വിളിക്കാം, എല്ലാവരും വിളിക്കാം. ഓക്കെ, ജിത്തുവിനൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഇത് സത്യസന്ധമായിട്ട് പറയണം. ഓക്കെ, ജിത്തുവിൻ്റെ ഫാമിലി ശരിക്കും റിച്ച് ആയിരുന്നു? അല്ല, ഒരു എന്താ പറയുക, നോർമൽ ഫാമിലി ആയിരുന്നു. ഓക്കെ, ഫൈൻ. അപ്പോൾ ജിത്തു എന്തായാലും ഇവിടെ അല്ലേ? ജിത്തു ഇവിടേക്ക് എത്തിയ കഥ, അല്ലെങ്കിൽ ജിത്തു എങ്ങനെ ട്രേഡിങ്ങിലേക്ക് വന്ന കഥ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ജിത്തു ഒന്ന് പറഞ്ഞെടുത്തളാം. അതങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നീ ഡിഗ്രിക്ക് പോയ കഥ മുതൽ പറഞ്ഞു. ഡിഗ്രിക്ക് അങ്ങനെയല്ല, ലൈക്ക് ഒരു പ്ലസ് ടു ടൈമിനൊക്കെയാണ് നമ്മൾ ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ള അതിനെക്കുറിച്ച് കേൾക്കുന്നത്. അപ്പോൾ അന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ജിയോജിത്ത് എന്ന് പറയുന്ന ബ്രോക്കറൊക്കെ ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇന്ന് ഒരു ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നാളേക്ക് ആയിരിക്കും അത് എക്സിക്യൂട്ട് ആവുക. അത്രയ്ക്കും കുറച്ച് ഒരു ആക്റ്റീവ് ട്രേഡിങ്ങിന് നമുക്ക് പോസിബിൾ അല്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ബോംബെയിലൊക്കെ ജനിക്കണം, എന്നാൽ മാത്രമേ അത് ആക്റ്റീവ് ട്രേഡിങ് അപ്പോൾ പോസിബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം. ദെൻ അതിനുശേഷം ഡിഗ്രിക്ക് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഒരു ഡിഗ്രി ഒരു പകുതിയൊക്കെ എത്തിയപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ വഴി അതല്ല. പിന്നെ അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്തു, ട്രേഡിങ് പഠിക്കാൻ വേണ്ടി തുടങ്ങി. സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ നോർത്ത് ഇന്ത്യൻസിൻ്റെ ഒരുപാട് വെബിനാർ കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തു.
ചെയ്തു തുടങ്ങി. ഒരു 3 പ്രാവശ്യമൊക്കെ എൻ്റെ ക്യാപിറ്റൽ അങ്ങനെ വാഷ് ഔട്ടായി പോയിട്ടുണ്ട്. സോ ആ ഒരു ടൈമിനാണ് നമ്മുടെ കെൻ സാറിന് മെസ്സേജ് ചെയ്ത് മില്യൺ ഡോട്ട്സിൽ ജോയിൻ ചെയ്തു. 2020 ഡിസംബർ ബാച്ചിൽ, കറക്റ്റ് പറയുകയാണെങ്കിൽ ഡിസംബർ 12 ബാച്ചിൽ മുസമിൽ സാറായിരുന്നു പഠിപ്പിച്ച്. പിന്നെ അങ്ങനെ പോയി. പിന്നെ അവർ സർജൻ സാർ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു, വന്നു. അങ്ങനെയാണ്. ഇത്തു ഡിഗ്രിക്ക് ജോയിൻ ചെയ്ത കാര്യം ഇപ്പോഴും പറഞ്ഞില്ല. എക്സാമിന് തോറ്റതിന് ശേഷമാണ് ട്രേഡിങ്ങിലേക്ക് വന്നത്. അല്ല, അങ്ങനെയല്ല, ഡിഗ്രിക്ക് ചെയ്തു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഏതൊരു സെം എത്തിയപ്പോൾ എക്സാം വന്ന കാര്യം ഞാൻ അങ്ങോട്ട് മറന്നുപോയി. നീ വലിയ ട്രേഡറാവും. അപ്പോൾ എക്സാം വന്നത് കറക്റ്റ് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ലൈക്ക് നമുക്ക് കോളേജിൽ നിന്ന് കറക്റ്റ് നോട്ടിഫിക്കേഷൻ വന്നില്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, പ്രോപ്പർ നോട്ടിഫിക്കേഷൻ ഉണ്ടാവില്ല. അപ്പോൾ വന്ന സമയത്ത് ഓൾമോസ്റ്റ് ഒരു 3 എക്സാം കഴിഞ്ഞു, അതുകൊണ്ടാണ് ഇത് വരുന്നത്. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ റോൾ നമ്പർ കാര്യങ്ങളൊക്കെ കിട്ടാൻ ലേറ്റായി. പിന്നെ അങ്ങനെ ആ ഒരു സെമ്മ് പോയി. അപ്പോൾ ആ ഒരു സെമ്മ് പോയി കഴിഞ്ഞപ്പം പിന്നെ നമുക്ക് അങ്ങനെ ഒരു പഠിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് അങ്ങോട്ട് പോയി. പിന്നെ നമുക്ക് അപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന കാര്യം ജസ്റ്റ് ഒരു നോർമൽ ലൈഫ് എന്നുള്ളതല്ല, നമുക്ക് ബെറ്റർ ലൈഫ് വേണമെന്നുള്ളതാണ്. വളരെ നോർമലായിട്ടുള്ള ഫാമിലി ആയിരുന്നു, കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ വന്നത്. അപ്പം നമുക്ക് പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമേ സക്സസ് ആവാൻ പറ്റുള്ളൂ എന്നുള്ളൊരു തോട്ട് വന്നു. പിന്നെ പൈസ ഉണ്ടാക്കാൻ എന്തൊക്കെ വഴികളുണ്ട്, നമ്മൾ നോർമൽ ആ ഒരു പ്രായത്തിൽ ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ പൈസ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുള്ളൂ. അങ്ങനെയാണ് പിന്നെ ട്രേഡിങ്ങിലേക്ക് വന്നത്. ഓക്കെ, എനിക്കുള്ള ചോദ്യമാണ്, എന്തുകൊണ്ട് ട്രേഡ് ചെയ്യുമ്പോൾ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ഫുൾ ടൈം ട്രേഡർ ആകാൻ ഫാമിലി ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ചോദ്യം. ആക്ച്വലി ഞാൻ വർക്ക് ലൈക്ക് ഒബ്വിയസ്ലി നെവർ ഡിപ്പെൻഡ് അപ്പോൺ എ സിംഗിൾ ഇൻകം എന്നുള്ളതാണ് നമ്മുടെ ഒരു പഴഞ്ചൊല്ല്, ഇല്ലെങ്കിൽ നമ്മുടെ വാരൻ ബഫറ്റ് അല്ലെങ്കിൽ ആരാ ഫിനാൻഷ്യൽ ലൈക്ക് എക്സ്പേർട്സ് പറഞ്ഞിരിക്കുന്നത് അല്ല, റൈറ്റ്. സോ എനിവേ ഞാൻ വർക്കിംഗ് അല്ല, ലൈക്ക് എനിക്കൊരു ഓൺട്രപ്രണർ അല്ലെങ്കിൽ ഒരു ബിസിനസ് മാൻ അല്ലെങ്കിൽ ഒരു ഇൻട്രാപ്രണർ എന്ന് വേണമെങ്കിൽ വിളിക്കാം. സോ ആ രീതിയിൽ കാര്യങ്ങൾ പോകണം. ആൻഡ് ഒബ്വിയസ്ലി നല്ല രീതിയിൽ തന്നെ വെൽത്ത് ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഒബ്വിയസ്ലി ട്രേഡിംഗ് മാത്രം ഇല്ലെങ്കിൽ അത് മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഞാൻ വിചാരിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി സാധിക്കില്ല. സോ അതുകൊണ്ട് ഞാനിപ്പോഴും എന്താണ് വർക്ക് ഇല്ലെങ്കിൽ എൻ്റെ ടൈം കൂടുതലായിട്ട് ബിസിനസ് ഇല്ലെങ്കിൽ ട്രേഡിങ് ഇതിൻ്റെ മുകളിൽ ഞാൻ സ്പെൻഡ് ചെയ്തു. ദാറ്റ്സ് ഓൾ. ആൻഡ് ഫാമിലി ഇഷ്യൂസ് ഒന്നും കാര്യങ്ങളൊന്നുമില്ല, വളരെ അടിപൊളിയായിട്ട് നമ്മൾ പോകുന്നു. പുള്ളിക്കാരി ഇവിടെ ഉണ്ട്. ഇപ്പം ലൈക്ക് നമ്മൾ ഏകദേശം ലൈക്ക് നിങ്ങൾക്കറിയാം ലവ് മാരേജ് ആയിരുന്നു. ഏകദേശം 10-12 വർഷത്തോളം പ്രണയിച്ച് കല്യാണം കഴിച്ച ആളുകളാണ്. ആൻഡ് ഇപ്പോഴും നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അവിടെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല, നമ്മൾ വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ആളാണ്. ഫൈൻ. സോ അതാണ് എൻ്റെ കാര്യം. ഇനി അടുത്തത് നീതു മൈക്ക് കൊടുത്തോളൂ. നീതുവിനാണ് എല്ലാ പണിയും വെച്ചിരിക്കുന്നത്. ഓക്കെ, നീതുവിനുള്ള ചോദ്യം എന്ന് പറയുന്നത് 2 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ട്രേഡ് എടുക്കാൻ പേടിയുണ്ടോ? പിന്നെ 1 CR പ്രോഫിറ്റ് കിട്ടിയാൽ എന്ത് ചെയ്യും? ട്രേഡ് എടുക്കാൻ എനിക്ക് പേടിയുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം ഓക്കെ ആയി വരുന്നു. എനിക്ക് തോന്നുന്നു ഒരു ഡിസംബറോട് കൂടിയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് ട്രേഡ് എടുത്ത് പ്രോഫിറ്റിലേക്ക് ആകാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസമുണ്ട് ഇപ്പം കോർ ടീമിൽ വന്നതിന് ശേഷം. 1 crore ഒക്കെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബോധം കിടും. ഞാൻ ഒരു ദിവസം ട്രേഡ് കൊടുത്തു. അപ്പോൾ ഞാൻ വേറെന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ലൈക്ക് മീറ്റിങ്ങിൽ നിന്ന് ഇറങ്ങിയിട്ട് നിൽക്കുക. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ. പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞ ലെവലിൽ നിന്ന് മാർക്കറ്റ് അങ്ങോട്ട് കയറി. ബാങ്ക് നിഫ്റ്റിയിലായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 120 രൂപയ്ക്ക് മറ്റെടുത്ത പ്രീമിയം ഓൾമോസ്റ്റ് 240-250 എന്നുള്ള റേഞ്ചിലേക്ക് ഒരൊറ്റ പോകും. അതുകൊണ്ട് അയ്യോ എനിക്ക് പ്രോഫിറ്റ് ഇത്രയും കാണുമ്പോൾ പേടിയാവുന്നത്. ലൈക്ക് പ്രോഫിറ്റ് പെട്ടെന്ന് സഡനായിട്ട് കയറുന്ന കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു പാനിക് ഭയങ്കര രസമായിരുന്നു. ഫൈൻ. ഓക്കെ, ഇനി അച്യുത് ശിവകുമാറിനാണ്. യെസ് അച്യുത്, ഇപ്പോൾ ശരിക്കും എത്ര ഏജ് ഉണ്ട്? ഞാൻ സെപ്റ്റംബറിൽ 18 ആയി. ലൈസൻസ് എടുത്തോ? ലൈസൻസ് 4-ാം തീയതി എടുത്തു. എന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഓ ഫൈൻ. വണ്ടിയിലാണോ വന്നത്? അല്ല. ഓക്കെ ഫൈൻ. സോ അച്യുതിനുള്ള ചോദ്യം, ഇത്ര ചെറുപ്രായത്തിൽ തന്നെ വലിയ സംസാരം, കുറേ അറിവുകളുണ്ട്. നിൻ്റെ ഏറ്റവും വലിയ എയിം എന്താണ്? സക്സസ്ഫുൾ ആകണം, അതാണല്ലോ എല്ലാത്തിൻ്റെയും. എങ്ങനെ സക്സസ്ഫുൾ ആണോ? എന്തിന് സക്സസ്ഫുൾ ആണോ? എന്തൊക്കെയാണ് ഡ്രീംസ്? ആൻഡ് ശരിക്കും നമ്മൾ നമ്മുടെ പ്ലാൻസ് പറയരുതെന്നാണ് പറയുക. ഓക്കെ, അതുകൊണ്ട് ഞാനത് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. ഓക്കെ ഫൈൻ, നൈസ്. വലിയ പ്ലാൻസ് ഉണ്ട്. വലിയ സംസാരം എന്ന് പറഞ്ഞത് ഇപ്പം തന്നെ അറിഞ്ഞു. അതിലൊക്കെ എന്താണ് വലിയ സംസാരങ്ങൾ? എന്തൊക്കെയാണ്? ഇവരെന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? അറിയില്ല എന്താണ്. എനിക്കറിയണ കാര്യങ്ങൾ ഞാൻ
അച്യുതിനെ കോർ ടീമിൽ വരുന്നതിന് മുന്നേ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ അറിയാം. ഓക്കെ. കമ്മ്യൂണിറ്റിയിലെ അച്യുതിന്റെ മെസ്സേജ് കണ്ടിട്ട് ഞാൻ ആദ്യം വിചാരിച്ചു അച്യുത് ഒരു ഇവിടുത്തെ മില്യൺ ഡോട്ട്സിലെ മെന്ററാണ്. കാരണം അച്യുത് ഇടയ്ക്കിടയ്ക്ക് വരും, ഇങ്ങനത്തെ കുറെ എന്തെങ്കിലും അവന്റെ വ്യൂസോ അങ്ങനെ പ്രൊഫഷണൽ രീതിയിൽ ഇങ്ങനെ പറഞ്ഞിട്ട് പോകും. അങ്ങനെ രീതിയിൽ പറഞ്ഞു പോകും. ഞാൻ ആദ്യം വിചാരിച്ചു അച്യുത് ഇവിടുത്തെ ഒരു മെന്ററാണെന്ന് ചോദിച്ചു. പിന്നെ മനസ്സിലായി മെന്ററല്ല. പിന്നെ കോർ ടീമിൽ വന്നതിന്റെ ശേഷവും അച്യുതനായിട്ടുള്ളൊരു വ്യൂസ് ഉണ്ട്. എന്തായാലും എല്ലാവരും വ്യൂസ് പറയും, അതിൻ്റെ കൂടെ അച്യുതിൻ്റെ വ്യൂസ് പറയും. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കുക എൻ്റെ ഒരു വ്യൂസ് ഉണ്ടാവും, അതിന് ഓപ്പോസിറ്റ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ വേറെ ആർക്കും എന്തെങ്കിലും വ്യൂസ് ഉണ്ടോ നോക്കുമ്പോൾ അച്യുതിന് എന്തായാലും വേറെ എന്തെങ്കിലും വ്യൂസ് ഉണ്ടാവും. ഇതിപ്പോൾ പറഞ്ഞാൽ നമ്മൾ ഒരു ട്രേഡ് എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ നമ്മൾ ആ ട്രേഡിൻ്റെ കൺഫർമേഷൻസ് നോക്കുക. പക്ഷെ അച്യുത് ചിലപ്പോൾ നോക്കുക ആ ട്രേഡ് എങ്ങനെയൊക്കെ ഫെയിൽ ആവാന്നായിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ ഇത് ഫെയിൽ ആവാനുള്ള ചാൻസും ഉണ്ടാവും. കൂട്ടത്തിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുന്ന. അതെ. പിന്നെ എല്ലാവരും ട്രേഡ് എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഇവൻ എന്ത് നെഗറ്റീവ് ആണെന്ന് ചിന്തിക്കാറില്ല എപ്പോഴെങ്കിലും? ഇല്ല, അവന്റെ വ്യൂസ് കുറെ വേറൊരു രീതിയിൽ ചിന്തിക്കുമ്പോൾ അത് ശരിയാണ്. പിന്നെ അവന് കുറെ കൺഫർമേഷൻസ് വേണം. എല്ലാവരും ട്രേഡ് എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ പറയും ഈ ട്രേഡ് ഞാൻ എടുക്കുന്നില്ല. ചിലപ്പോൾ അവന്റെ ഒരു ഇതിൽ ആ ട്രേഡ് പറ്റൂല, അങ്ങനെ കുറച്ചുണ്ടാവും. ഇതിൽ 12 പേരിൽ ഏറ്റവും കുറച്ച് ട്രേഡ് എടുക്കുന്നതും അവൻ തന്നെ ആയിരിക്കും. കാരണം അവന്റെ കൺഫർമേഷനിലും ഒക്കെ വെച്ച് അവന്റെ റിസ്ക് പാടും വെച്ചിട്ട് അത്ര ട്രേഡ്സേ വരുള്ളൂ. അങ്ങനെ സ്കാൽപ്പ് ചെയ്യുന്ന ആളാണോ അല്ലെങ്കിൽ റൈഡ് ചെയ്ത് പ്രീമിയം കുറച്ചുകൂടി? സ്കാൽപ്പിംഗ് അച്യുത് കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല. ഓക്കെ, ഫൈൻ, നൈസ്. ഓക്കെ. ലൈവ് മാർക്കറ്റ് അസിസ്റ്റന്റ് ടൈമിൽ കമ്മ്യൂണിറ്റിയിൽ ലൈവ് പോകുന്ന സമയത്ത് SL ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജിത്തുവിനുണ്ടാകുന്ന ഇമോഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഇമോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു ട്രേഡ് എടുക്കാം എന്ന് പറയുമ്പോഴത്തേക്കും എടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇത് ഓക്കെയാണ്, സെറ്റപ്പ് ഓക്കെയാണ്, അപ്പോൾ ഇതിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എടുക്കാം എന്നുള്ള രീതിയിൽ നിൽക്കും. അപ്പോൾ എടുക്കാന്ന് പറയുമ്പോഴത്തേക്കും ചാടിക്കറി എടുക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു ലോസ് വരുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു വിഷമം ഉണ്ടാവും. അപ്പം നമ്മൾ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് കൊണ്ടാണല്ലോ എന്നുള്ളത്. പക്ഷേ സ്റ്റിൽ നമ്മൾ റിസ്ക് റിവാർഡ് ഫോളോ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷം. കറക്റ്റ് റൂൾസ് ഫോളോ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. കാരണം നമ്മൾ ആ ഒരു റൂൾസിനെ ബ്രേക്ക് ചെയ്യാണ്ട് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് ട്രേഡ് എടുക്കുന്നവരും അതുപോലെ തന്നെ ഞാൻ എൻ്റെ വ്യൂ ആണ് പറയുന്നത്. അപ്പോൾ അതെപ്പോഴും റൈറ്റ് ആവണമെന്നില്ല. സോ അതിൻ്റെ ഒപ്പം തന്നെ ഒരുപാട് പേര് അതിലെനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ ഇപ്പോൾ ഈ നിൽക്കുന്ന ആൾക്കാരിൽ ഇപ്പം ഞാനൊരു വ്യൂ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പോലും അവരുടെ റിസ്ക് റിവാർഡിനും അവരുടെ വ്യൂവും കൂടി ശരിയായി കഴിഞ്ഞാൽ മാത്രം ട്രേഡ് എടുക്കുന്ന ആളുകളുണ്ട്. സോ അങ്ങനെ വരുന്നതാകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ലോസ് എന്ന് പറയുന്നത് നമ്മളങ്ങനെ കാര്യമായിട്ട് എഫക്ട് ചെയ്യാറില്ല. നമുക്ക് മാനേജബിൾ ലോസ് മാത്രമേ നമ്മൾ വരുത്തി വെക്കാറുള്ളൂ. പക്ഷേ പ്രോഫിറ്റ് അടിച്ച് എൻ്റെ അടുത്തേക്ക് ഓടി വരാറുണ്ട്. പ്രോഫിറ്റ് അടിച്ചാൽ ഓടി വന്നിട്ട് വിളിക്കാൻ പറയുന്നത് കമ്മ്യൂണിറ്റി ട്രേഡ് പോയി ഞാൻ പ്രോഫിറ്റ് അടിച്ചു എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര സന്തോഷമാണ്. ഫൈൻ. സോ ജിത്തിനുള്ള 2 ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്. ഫോമോ, ഫിയർ ഓഫ് മിസ്സിങ് അല്ലെങ്കിൽ റിസ്ക് റിവാർഡ് കീപ്പ് ചെയ്യാതെ ട്രേഡ് ചെയ്തിട്ട് വന്ന ഏറ്റവും വലിയ ലോസ് ചോദിച്ചത്? അത് ലൈക്ക് ഞാൻ കുറേ കാലം മുമ്പ് ഫോറക്സിൽ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അത് ഇവിടെ മില്യൺ ഡോട്ട്സിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു കഥയാണ്. അപ്പോൾ ഞങ്ങൾ മുമ്പ് വർക്ക് ചെയ്ത സ്ഥലത്ത് നിന്നാണ് ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് പഠിച്ചു തുടങ്ങുന്നേ ഉള്ളൂ. കുറേ കാലം മുമ്പ്, ഒരു 1.5 കൊല്ലം മുമ്പ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഇനീഷ്യൽ ക്യാപിറ്റലായിട്ട് $500 ആണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുക. സോ അന്ന് ഏകദേശം 60,000 രൂപയ്ക്ക് അടുത്ത് പറ്റേ എൻ്റെ കയ്യിൽ ക്യാപിറ്റലുണ്ട്. അപ്പോൾ ഞാൻ ട്രേഡ് എടുത്തു. ആദ്യത്തെ 2-3 ദിവസം നല്ല കുഴപ്പമില്ലാത്ത പ്രോഫിറ്റൊക്കെ വന്നു. മൂന്നാമതൊരു ദിവസം ഈവനിങ് ടൈമിന് ട്രേഡ് ചെയ്യാം, ഓൾമോസ്റ്റ് ഒരു 5:30 ആയി. അപ്പോൾ ഞാനിങ്ങനെ ട്രേഡ് എടുത്ത് ഇങ്ങനെ പ്രോഫിറ്റിൽ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ ആ സമയത്ത് റിസ്ക് റിവാർഡ് അങ്ങനത്തെ ഒന്നും നോക്കില്ല. ഫോറക്സിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ പോയിക്കൊണ്ട് നിൽക്കും. നമ്മളങ്ങനെ സ്റ്റോപ്പ് ലോസ് വെക്കാൻ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. ഒന്നാമത്തത് അത് പഠിച്ചു വരുന്നതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണ്. സോ അങ്ങനെ ട്രേഡ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കോള് വന്നു. സ്റ്റോപ്പ് ലോസ് ഒന്നും വെച്ചില്ല, ഒരു നോർമൽ ഒരു റാൻഡം ആയിട്ടുള്ളൊരു ലോട്ടൊക്കെയാണ് എടുത്തത്. അപ്പോൾ ഞാൻ ഈ കോളിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സ്ക്രീന് നോക്കുമ്പോൾ സ്ക്രീനിലൊരു വര വന്നിരിക്കുക. നോക്കുമ്പോൾ മാർക്കറ്റ് ഞാൻ താഴേക്ക് വരുന്നുള്ള രീതിയിലാണ് ട്രേഡ് എടുത്തത്. അപ്പോൾ താഴേക്ക് വരുന്നുണ്ടായിരുന്നു, പെട്ടെന്ന് മുകളിലേക്ക് ഷൂട്ട് ചെയ്തു. പിന്നെ കുറച്ച് സൗണ്ടൊക്കെ കേൾക്കുന്നത്, നോട്ടിഫിക്കേഷൻ വരുന്നത്. ആ സമയം നോക്കുമ്പോൾ ക്യാപിറ്റൽ കംപ്ലീറ്റ് ആയിട്ട് ഒറ്റ പോക്ക് പോയി, വാഷ് ഔട്ടായി. സോ അതാണ് എനിക്ക് വന്നതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. നീയും നീങ്കിലും കൂടി എടുത്ത ട്രേഡാണോ? അല്ല, അതിന് മുന്നേ. അപ്പോൾ എൽദോക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ എൽദോക്കെ ഇങ്ങനെ വന്ന് വിളിക്കുക. എനിക്കാകെ എന്താ പറയേണ്ടതെന്നുള്ളൊരു ഐഡിയ ഇല്ല. കാരണം സ്റ്റാർട്ട് ചെയ്ത് ഒരു 1 month ആയിട്ടുള്ളൂ, നല്ല പ്രോഫിറ്റിൽ പോയിക്കൊണ്ടിരിക്കുക. പെട്ടെന്നാണ് ഇങ്ങനെ ഒരു ലോസ് വരുന്നത്. കാരണം നമുക്ക് മാർക്കറ്റിനെ കുറിച്ച് വലിയൊരു ഐഡിയ ഇപ്പം ഇല്ല. ഫൈൻ. താങ്ക് യു സോ മച്ച്. അച്യുതിനാണ് അടുത്ത ചോദ്യം വരുന്നത്. അച്യുതിനാണ് അവിടെ കൂടുതൽ ആളുകളുള്ളത്. എന്താണ് നിന്നോട് ഇത്ര ദേഷ്യം എല്ലാവർക്കും?
നിന്നോട് ഏറ്റവും കൂടുതൽ ഇവിടെ ദേഷ്യം തോന്നിയ ദേഷ്യം ഉണ്ടെന്ന് തോന്നിയ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ആരും തോന്നിയിട്ടില്ല. ഇല്ല പേഴ്സണലി ഇല്ല. നിന്നെ കളിയാക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല. എന്നാ അച്യുതേ, നിനക്കുള്ള അടുത്ത ചോദ്യം, നീ എന്നാ ഒരു ട്രെയിൻ എടുത്ത് കാണുക? എൻ്റെ സെറ്റപ്പ് വരുമ്പോൾ എടുക്കും. ഇവിടെ ഈ ഒരു മാസം നമുക്ക് നോക്കാം. ഈ ഒരു മാസം മീൻസ് നമുക്ക് കഴിഞ്ഞ ലാസ്റ്റ് മന്ത് നവംബർ നോക്കാം. നവംബറിൽ എത്ര ട്രേഡ് എടുത്തിട്ടുണ്ട്? 7 6 3 ട്രേഡ് 6 5 7 6 2 300 ട്രേഡ്സ് 2 ട്രേഡ്സ് പേപ്പർ ട്രേഡ് അടക്കം 2 ട്രേഡ്സ്. ആ ഓക്കെ. ഫോർ 5 ട്രേഡ്സ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും സെയിം ആണല്ലോ. പുള്ളിക്കാരി എന്തായാലും എന്നിട്ട് പറയത്തെ? ഞാൻ നവംബർ ഫസ്റ്റ് ടൈമില് ലോഡ്സ് കുറച്ചങ്ങ് കൂട്ടി. എങ്ങനെ ലോഡ്സ് എടുക്കുന്ന ലോഡ്സ് കുറച്ച് കൂട്ടി. അതായത് ഞാൻ 10K ആയിരുന്നു ഡിപ്ലോയ് ചെയ്ത ക്യാപിറ്റൽ. എന്താ 3K എൻ്റെ അടുത്ത് ലോസ് വന്നേ, പക്ഷെ ഞാൻ കറക്റ്റ് മാനേജ് ചെയ്തിട്ട് 3K പ്രോഫിറ്റ് ഉണ്ടാക്കി 10K ഓൾമോസ്റ്റ് ആക്കി. അപ്പം പിന്നെ ഹസ്ബൻഡ് പറഞ്ഞ് എന്തായാലും 10K ആക്കിയതല്ലേ, എനിക്ക് കുറച്ചും കൂടി ഫണ്ട് ഇട്ടരാ, നീ നോക്കി നോക്ക്. അപ്പം പിന്നെ ഞാനും എടുത്ത് ട്രേഡ്. അങ്ങനെ ഫസ്റ്റ് ടൈം 4 ലോട്ട് എടുത്ത് നല്ല പ്രോഫിറ്റ് ഉണ്ടായി. പിന്നെയുള്ള 2 ട്രേഡ് അപ്പോൾ എന്താ ലൈക്ക് ഓവറോൾ ഹസ്ബൻഡ് എന്താ പറഞ്ഞത്? എന്നിട്ട് സാറില്ല ഇനി വിട്ടുതരാ, നീ പിന്നെ അപ്പം ഞാൻ പറഞ്ഞ് ഞാൻ കൈറ്റിലുള്ള എൻ്റെ ബാലൻസ് മീൻസ് ബാക്കി ഉണ്ടായ ബാലൻസ് ഫുൾ വിഡ്രോ ചെയ്ത്, പിന്നെ ഫുൾ പേപ്പർ ട്രേഡ് മാത്രം എടുത്ത്. പിന്നെ ഇവിടെ വരാൻ വേണ്ടി മാത്രം 5K ആഡ് ചെയ്തിട്ട് ഇവിടുന്ന് ട്രേഡ് എടുത്ത് തുടങ്ങാൻ വിചാരിച്ചിട്ട്, പക്ഷെ അത് നടന്നില്ല. ഹസ്ബൻഡ് കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടോ? ഹസ്ബൻഡ് കയ്യിൽ ഒരുപാട് പൈസ? അങ്ങനെയല്ല, ക്രെഡിറ്റ് കാർഡിൽ. ചിത്തു നോക്കണം കേട്ടോ. ഫൈൻ. പക്ഷെ ഞാനത് മാനേജ് ചെയ്ത്. ഓക്കെ ഫൈൻ. സോ ഇനി അടുത്തതിലേക്ക് പോവാം. അച്യുത നിനക്കാണല്ലോ. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, എന്തുകൊണ്ടാണ് കുറച്ച് ട്രേഡ് പുഷ് ചെയ്യുന്ന കാര്യം, അതിനെന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ എൻ്റെ റിസ്ക് മാക്സിമം മാനേജ് ചെയ്യാൻ നോക്കും. ലൈക്ക് എനിക്ക് എല്ലാ ട്രേഡിൻ്റെ ആവശ്യമില്ല. ട്രേഡ്സ് ഇനിയും വരും, മിസ് ഔട്ട് ആയാലും ലൈക്ക് ഇനിയും ഫ്യൂച്ചറിലും ഇനിയും ട്രേഡ്സ് ഉണ്ടല്ലോ. മാർക്കറ്റ് എന്തായാലും ഇന്ന് ക്ലോസ് ചെയ്യില്ല. അപ്പോൾ ഫ്യൂച്ചറിലേക്ക് നല്ല ട്രേഡ്സ് പുഷ് ചെയ്യാന്നുള്ള രീതിയിൽ വയ്ക്കും. ലൈക്ക് എനിക്ക് പറ്റണ കൺഫർമേഷൻസും കാര്യങ്ങളൊക്കെ വന്നാൽ മാത്രം നല്ല റിസ്ക് റിവാർഡ് ഉണ്ടെങ്കിൽ എടുക്കും, അല്ലെങ്കിൽ വേണ്ട. ഓക്കെ ഫൈൻ. നൈസ്. ജിത്തു, ഫിയർ ഓഫ് ഫെയിലിംഗ് ഫേസ് ചെയ്യുന്നു, അതെങ്ങനെയാണ് ടാക്കിൾ ചെയ്യുക? ഫിയർ ഓഫ് ഫെയിലിംഗ് ഇതാര നീതി രീതിയാണ്. പിന്നെ ഇതാരൊക്കെ വേണ്ട, ഞാൻ ചോദിക്കുന്നില്ല. ഓക്കെ ഫൈൻ. അല്ല, അത് അങ്ങനെ ഒരു വരുന്നൊരു സിറ്റുവേഷനിൽ ഒന്നാമത്തെ കാര്യം ലോസസ് ഉണ്ടാവാണ്ട് നമുക്കൊരു ട്രേഡും എടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മളവിടെ ചെയ്യേണ്ട ഒരു കാര്യം, എടുക്കുന്ന ട്രേഡുകൾ മാക്സിമം നമ്മളെ സപ്പോർട്ടീവായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ മാത്രം എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. രണ്ടാമത്തെ കേസ്, എല്ലാ ട്രേഡിലും റിസ്ക് റിവാർഡ് ഫോളോ ചെയ്യുക. അപ്പോൾ ലോസസ് ഒരുപാട് വരുത്തി വെക്കുക എന്നുള്ളതല്ല, വരുന്ന ലോസിനെ മാക്സിമം കൺട്രോൾ ചെയ്യുക. ഇതാണ് നമുക്ക് അതിൽ ചെയ്യാൻ പറ്റുള്ളൂ. വേറെ നമുക്ക് അതിൻ്റെ മുകളിൽ വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. അതൊക്കെ പക്ക ഇമോഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ റൂൾസ് ഫോളോ ചെയ്യുക. അപ്പോൾ ആരൊക്കെയാണോ പ്രോപ്പറായിട്ട് നമ്മളുടെ റൂൾസ് ഫോളോ ചെയ്ത് ട്രേഡ് ചെയ്യുന്നത്, അവർക്ക് ഈ പറയുന്ന ഫിയർ ഒരുപാട് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ ഫൈൻ. സോ ജുനൈദ്, ബെസ്റ്റ് ഫുഡ് ഇൻ കോഴിക്കോട് എവിടെ കിട്ടും? ഇതാരാ ചോദിച്ചേ? ഇത് എനിക്കറിയണം. ആരാ? ഫൈൻ. സോ ബെസ്റ്റ് ഫുഡ് എവിടെയാന്ന് പറഞ്ഞു കൊടുക്കണം, ഇന്ന് വാങ്ങിച്ചു കൊടുക്കണം. നടക്കൂ? അതിപ്പോ ബീച്ചിലേക്ക് ഇറങ്ങിയാൽ മതി, എവിടെ വേണമെങ്കിലും പോവാം. ബിരിയാണി വേണമെങ്കിൽ ബിരിയാണി ഉണ്ട്, മന്തി വേണമെങ്കിൽ മന്തി ഉണ്ട്. ലൈക്ക് എല്ലാവരോടും കോഴിക്കോട് വന്നിട്ട് എന്ത് ഭക്ഷണം കഴിക്കണം തോന്നിയത്? ബിരിയാണി ആയിരിക്കും, അത് കഴിച്ചല്ലോ. മന്തി? ഓക്കെ, ബിരിയാണി സോഫി പോവാം. ഓക്കെ ഫൈൻ. അങ്ങനെയാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ജിത്തു ഇവരെല്ലാവരെയും കൊണ്ടുവരണം. ഓക്കെ, ജിത്തു ഉണ്ട് കോഴിക്കോടുള്ള എല്ലാവരും കൂടി വാങ്ങിച്ചു കൊടുത്തത്, കൂടെ ജിത്തും കൂടെ. ഓക്കെ. ജിത്തും നിങ്ങളും വയനാടാണല്ലേ? അല്ലേ? വയനാടിനെ കുറിച്ച് ഏറ്റവും നല്ല കാര്യം ഏറ്റവും മോശം കാര്യം പറയണമെങ്കിൽ ജിത്തു എന്തായിരിക്കും? വയനാട്ടിലേക്ക് ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് കുറച്ച് സമാധാനം കുറച്ച് കൂടുതലാണ് അവിടെ. ഓക്കെ. വലിയ റഷ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ വേറൊരു ബുദ്ധിമുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക്
ഒരു മെഡിക്കൽ ഇഷ്യൂസൊക്കെ വരുന്ന സമയത്തൊക്കെയാണ് നമുക്ക് ശരിക്കും അവിടെ പ്രോബ്ലംസ് ഉണ്ടാവുക. കാരണം നമുക്ക് നിയറസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജ് കോഴിക്കോടേ ഉള്ളൂ. അപ്പോൾ ചുരം കിടന്ന് നോർമൽ സിറ്റുവേഷൻസിൽ നമുക്കൊരു റൊമാൻറ്റിക് മൂഡിലൊക്കെ പോവുകയാണെങ്കിൽ അടിപൊളിയാണ്. അതെന്താ മനസ്സിലായില്ല അടക്കമല്ലേ. പക്ഷേ നമ്മളിങ്ങനെ ഒരു ഭയങ്കര ഒരു അർജൻറ്റ് കേസിൽ വരുന്ന സമയത്ത് അവിടെ ബ്ലോക്ക് വരിക അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് നമുക്ക് ശരിക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ട് വരിക. ഓക്കെ ഫൈൻ. അപ്പം ഓൾറെഡി ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, മാക്സിമം ലോസ് എത്രയാണ്, അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് വയനാട്ടിലുള്ള ആള് പറയൂ. വയനാട്ടിലെ ഏറ്റവും നല്ല കാര്യം പറയുന്നത് അവിടുത്തെ ക്ലൈമറ്റാണ്. ഓക്കെ. മീൻസ് നമുക്ക് വേനൽക്കാലത്താണെങ്കിലും മഴയാണെങ്കിൽ എപ്പോഴും ഒരേ തണുപ്പ്. ഓക്കെ. എവിടെ വയനാട് എവിടെയാ സ്ഥലം? വയനാട് എവിടെയാ? മാനന്തവാടി. ഓക്കെ. പിന്നെ മോശമായിട്ട് പറയുകയാണെങ്കിൽ വയനാട്ടിൽ ഫെസിലിറ്റീസ് കുറവാണ്. ഇപ്പം മീൻസ് എഡ്യൂക്കേഷൻ്റെ കാര്യത്തിനാണെങ്കിലും ഹോസ്പിറ്റൽ, മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ കാര്യത്തിനാണെങ്കിലും പിന്നെ ഇവിടെ ഉള്ള പോലെ മോള്, ബീച്ചില്ല, ട്രെയിനില്ല, അങ്ങനത്തെ കുറച്ച് ബീച്ച് ട്രെയിനുകളൊക്കെ അല്ലേ. ഫൈൻ. സോ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു സ്റ്റുഡൻറ്റ് ഉണ്ടായിരുന്നു, ശ്രീജിത്ത് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ 2021 സ്റ്റുഡൻ്റാണ്. നിങ്ങളുടെയൊക്കെ മുന്നേ ഉള്ള കോർ ടീമിൽ ഉണ്ടായിരുന്ന ആളാണ്. പുള്ളിക്കാരൻ ഇവിടെ ചെറിയൊരു ആവശ്യത്തിന് വേണ്ടി വന്നായിരുന്നു. ഐ തിങ്ക് പുള്ളിക്കാരൻ പത്തനംതിട്ടയാണ് സർ. ഓക്കെ. അപ്പോൾ പുള്ളിക്കാരൻ ഇവിടെ വന്നപ്പോൾ പറയാം, നാട്ടിലൊക്കെ നല്ലൊരു ക്ലൈമറ്റാണ്, പക്ഷേ ഇവിടേക്ക് വന്ന സമയത്ത് ഈവൻ സിറ്റി ആയതുകൊണ്ടായിരിക്കാം നല്ല ചൂടും പുകയും വണ്ടിയുടെ എല്ലാം കൂടി ആയിട്ട് പുള്ളിക്കാരൻ ഇവിടെ നിൽക്കാൻ വേണ്ടി പറ്റില്ല, ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഉച്ചയാകുമ്പോഴേക്കും ഇവിടെ സ്ഥലം വിട്ടു. ഫുൾ ഡേ ഇവിടെ നിൽക്കണമെന്നൊക്കെ വിചാരിച്ച് നിന്ന ആളായിരുന്നു. സോ ഇവിടേക്ക് വന്ന സമയത്ത് അങ്ങനെ തോന്നുന്നുണ്ട്. ചില ആളുകൾക്ക് താല്പര്യം നല്ല ശാന്തമായിട്ടുള്ള അന്തരീക്ഷവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. മേ ബി ചില ആളുകൾക്ക് റഷായിട്ടുള്ള ഒരു എന്താ പറയുക, കുറച്ചും കൂടി പാർട്ടി മൂഡുള്ള ഒരു ടൗൺ അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും. എന്താ തോന്നി ഇവിടെ വന്നിട്ട്? ഞാൻ മീൻസ് എവിടെയാണെങ്കിലും അധികം പുറത്തിറങ്ങലില്ല. മീൻസ് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇറങ്ങൂ. കല്യാണം അങ്ങനത്തെ ഉണ്ടെങ്കിലും പരമാവധി ഒഴിവാക്കും. ആളുകൾ കുറേ ഉണ്ടാകുന്നതാണ് കുറച്ച് എക്സ്ട്രാ ഇൻട്രോവേർട്ടാ ചില ടൈമിൽ. പക്ഷെ മില്യൺ ഡോട്ട്സിന്റെ കാര്യത്തിന് മാത്രം അതില്ല. എല്ലാവരും ചോദിക്കും, മീൻസ് എന്നെ അറിയുന്ന എല്ലാവരും ചോദിക്കും, എനിക്ക് ഇതിന് പോകാൻ മാത്രം എന്താ ഇത്ര ഇൻട്രസ്റ്റ്, നീ ഇങ്ങനെയല്ലല്ലോ എന്ന്. പക്ഷെ എനിക്ക് മില്യൺ ഡോട്ട്സിന്റെ ഈ ഒരു അറ്റ്മോസ്ഫിയറും ഇവിടുത്തെ എല്ലാ ആൾക്കാരും കാണണം. മീൻസ് അർജുൻ സാറ്, ജിത്തു സാറ്, മീൻസ് എന്താ പറയുക, കാണാത്ത ആൾക്കാർ ഇങ്ങനെ യൂട്യൂബിലും വീഡിയോസിലും കാണുന്ന ആൾക്കാരെ കാണുമ്പോൾ ഒരു ഫൈൻ. സോ ലൈക്ക് ഓവറോൾ നമ്മൾ ഇവിടെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. ലാസ്റ്റ് ജിത്തുവിനാണുള്ളത്. ജിത്തുവിൻ്റെ ചോദ്യം ഞാൻ എടുത്ത് ജിത്തു 1 year PNL പറയാമോ? ഞാനങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യാറില്ല. അതൊന്നുമില്ല, ലൈക്ക് ഞാനിങ്ങനെ പുറത്ത് വിടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് പുറത്ത് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേതാഴ്ച എനിക്ക് ലോസ് ആയിരിക്കും. അങ്ങനെയൊന്നും വിശ്വസിക്കില്ലടാ. ലൈക്ക് അതിനല്ല, നമ്മൾ ചില സമയത്ത് ഈ PNL പുറത്ത് വിടുമ്പോൾ ചില ആളുകൾക്കൊരു തോട്ടുണ്ടാവും, ലൈക്ക് ഇത് ഭയങ്കര ഈസിയാണ്, കുറച്ചും കൂടി എന്താ പറയുക പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൊരു ചോദ്യമൊക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനെ ഒരു റോങ് പേഴ്സ്പെക്റ്റീവ് ബിൽഡ് ചെയ്യേണ്ടെന്നുള്ളൊരു കേസിലാണ്. അപ്പം ഞാൻ ചെയ്യുന്ന കാര്യം ഞാൻ മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ മേ ബി എനിക്ക് ലോസ് വരാം, ചിലപ്പോൾ പ്രോഫിറ്റ് വരാം, വലിയ പ്രോഫിറ്റ് വരാം. അപ്പോൾ ലെറ്റ്സ് സേ ഞാനിപ്പോൾ ഒരു ദിവസം എനിക്കൊരു 5 figure or 6 figure പ്രോഫിറ്റ് ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇൻസ്പയർ ആയിട്ട് ഒരുപാട് പേര് ട്രേഡിങ്ങിലേക്ക് വരും. പക്ഷെ അങ്ങനെ ഒരു ഇതല്ല. നമുക്കിതിൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു സ്റ്റുഡൻറ്റ് എൻ്റെ അടുത്ത് പഠിക്കാൻ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതെന്താണ് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് റൈറ്റ് ആയിട്ടുള്ളൊരു പേഴ്സ്പെക്റ്റീവ് ഉള്ള ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. അതാണ്. ഓക്കെ. ഇതിൽ നിങ്ങളോട് ആരുടെങ്കിലും ലൈക്ക് നിങ്ങൾ ട്രേഡിങ് പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞ സമയത്ത് അല്ലെങ്കിൽ ട്രേഡിങ്ങിന് പൈസ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞ സമയത്ത് കടങ്ങൾ ചോദിച്ചു വരുന്ന ആരെങ്കിലും ഉണ്ടോ? ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ ഫാമിലി ആരെങ്കിലും ഉണ്ടോ? കടം ചോദിച്ചു വരാറുണ്ടോ? എന്നോട് ചോദിക്കാറുണ്ട്. അതെനിക്കറിയാം. പഠിപ്പിച്ചു തരാതെ ചോദിക്കാറുണ്ട്. ട്രേഡിങ് ചെയ്യുമെന്ന് പറയുമ്പോൾ തന്നെ അവർക്കറിയാം കയ്യിൽ പൈസ മൊത്തം പോകും. മീൻസ് അങ്ങനെയല്ലേ കുറേ ആൾക്കാരും കൂടുതൽ ലോസ് വരുത്തിച്ചിട്ട്. മീൻസ് നിഖിൽ സാർ എന്നെ ഫസ്റ്റ് സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മീൻസ് ട്രേഡ് ചെയ്യുന്നതിൽ 99% മീൻസ് 100ൽ 1% മാത്രമേ സക്സസ് ആവൂ അങ്ങനെ. അപ്പം പിന്നെ ഓൾമോസ്റ്റ് എല്ലാവരും അറിയാണ്ട് വരുന്ന ആൾക്കാരാണ്. പക്ഷെ അതിൽ 1% ഞാനാവുന്ന മീൻസ് ഉമ്മാനോട് ക്ലാസ് കേൾക്കുന്ന ആ ടൈമിൽ തന്നെ പറഞ്ഞു 1% ഞാനമ്മ എന്തായാലും അതിലെത്തിയിരിക്കും എന്നുള്ളത്. വീട്ടിൽ ട്രേഡിംഗ് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് ആരെങ്കിലും? ഇപ്പൊ ചോദിച്ചു വരുന്നുണ്ട്, ടീമിൽ സെലക്ഷൻ കിട്ടിയാലും. ഐ മീൻ നിങ്ങളെ വീട്ടിലെ പാരൻസോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ് അല്ലെങ്കിൽ കസിൻസ് ചോദിക്കുന്ന ആൾക്കാരൊക്കെ എനിക്ക് പഠിപ്പിച്ചിരുന്നു ചോദിക്കാറുണ്ടോ? ഉണ്ട് ചോദിക്കലുണ്ട്.
ഞാൻ ഇപ്പോൾ കോർ ടീമിൽ കയറിൻ്റെ ലൈവ് ഉണ്ടാവുമല്ലോ, എൻ്റെ അമ്മ ബാക്കിൽ വന്നിരിക്കാൻ അങ്ങനെ നോക്കും ഇടയ്ക്ക്, ഇന്നെന്താ അവസ്ഥ, കൺസൾട്ടേഷൻ ആണെന്നൊക്കെ ചോദിച്ചു. നമ്മൾ പറഞ്ഞേ കേട്ടിട്ട് ഇപ്പോൾ സാറോട് പറഞ്ഞില്ലേ, ഇന്ന് രാവിലെ ഞാൻ അങ്ങോട്ട് പോരുമ്പോൾ സാറ് നിഫ്റ്റി ടുമോറോ അല്ലേ, ഇന്നലത്തെ നിഫ്റ്റി ടുമോറോ എൻ്റെ അമ്മ രാവിലെ കാണുന്നുണ്ട്. എന്തിനാന്ന് എനിക്കറിയില്ല, എന്നോട് ചോദിച്ചു സാറ് എന്തോ പറഞ്ഞത് കേട്ടൂടെ ചോദിച്ചു. സാറോട് പറഞ്ഞത് തന്നെയാണ്. ഏറ്റവും ഉമ്മയ്ക്ക് ഇപ്പോൾ ലൈക്ക് എന്താ ജാഗൻസ്, ട്രെയിനിങ് സംബന്ധമായിട്ടുള്ള ജാഗൻസ് ഒക്കെ ലൈക്ക് ഐ മീൻ ബുള്ളിഷ് ബെയറിഷ് കൺസോൾട്ടേഷൻ ഗ്രാബ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഇന്ന് എന്താ ബുള്ളിഷാണോ. പിന്നെ എൻ്റെ ഫാദറിന് കുറച്ച് ഐഡിയ ഉണ്ട് ഇതിനെ പറ്റി, അപ്പോൾ സപ്പോർട്ടീവ് ആണ്. അപ്പോൾ ഓക്കെ ആണ് ഇത് കാണാനും. നമ്മളെ കൂടെ ചിലപ്പോൾ എൻ്റെ അടുത്ത് നമ്മൾ ലൈവ് ഇരിക്കുമ്പോൾ ചിലപ്പോൾ എൻ്റെ അടുത്ത് വന്നിരിക്കും, ഒന്നും മുണ്ടാതെ വന്നിരിക്കും. അത് രസമാണ്. ഫൈൻ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യണ്ടോ? പറഞ്ഞു. ഞാൻ ട്രേഡിങ്ങിൽ വന്ന് ഫസ്റ്റ് ടൈമിൽ കുറച്ച് പ്രോഫിറ്റൊക്കെ ആയപ്പോൾ ഞാൻ വീട്ടിൽ ഭയങ്കര സന്തോഷമുണ്ടല്ലോ. അപ്പോൾ വീട്ടിൽ കൊണ്ട് ഉമ്മയും അപ്പയെ കാണിക്കും, പ്രോഫിറ്റാണ്. ഞാൻ കുറച്ച് ഒരു വീക്ക് കഴിഞ്ഞ് പിന്നെ ആരെയും കാണിക്കാതായി, കുറച്ച് ലോസ് വന്നപ്പോൾ. പിന്നെ അങ്ങനെ ഒരു 2 ദിവസം ഞാൻ ഉമ്മ ഇങ്ങോട്ട് ചോദിച്ചു, ഇപ്പം എന്തോ പൈസയൊന്നും കിട്ടുന്നില്ലേ, ഉപ്പായും ചോദിച്ചു എന്താ പൈസയൊന്നും കിട്ടുന്നില്ലേ, അങ്ങനെയല്ല ചോദിച്ച് പൈസയൊന്നും ഇപ്പം പിടിച്ചെടുക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അവരൊക്കെ ഒരു ചിന്ത എന്ന് പറയുമ്പോൾ മറ്റേ നെറ്റിൽ കൂടെ എന്തോ സാധനം പൈസ പോകുമ്പോൾ മറ്റേ പല ഇഷ്ടങ്ങൾ പിടിച്ചെടുക്കുന്നവർ, കാരണം അവർക്ക് അറിയത്തില്ല, അതുകൊണ്ട് അവർ അങ്ങനെ പറയുന്നു. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ച് ഇതിപ്പോൾ ഇവരിങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ എന്തോ വേറെ തട്ടിപ്പോ എന്തെങ്കിലാണെന്ന് അവർ വിചാരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ ഇവരിങ്ങനെ പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റ് സാധനമുണ്ട്, ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ഗവൺമെൻറ്റിൻ്റെ അതാണ്, ഇങ്ങനെയെല്ലാം പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവർക്ക് ഇങ്ങനെയൊക്കെയുള്ള സംഭവം എന്നുള്ള സംഭവം മനസ്സിലായി. ഇപ്പം മോൻ എന്താ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അവന് ഗവൺമെൻറ്റിലുണ്ടല്ലോ എന്തോ ജോലിയാണ്, ഗവൺമെൻറ്റാണ്. അതിപ്പോൾ അവരെ കൺട്രോൾ ചെയ്യുന്ന ഗവൺമെൻറ് ആണല്ലോ, അപ്പോൾ പിന്നെ അങ്ങനെയല്ലേ പറയത്തുള്ളൂ. അല്ല, ഉപ്പയുടെ നീട്ട് പറഞ്ഞു കൊടുത്തു ഇത് ഗവൺമെന്റ് ജോലി അല്ലാതെ പറഞ്ഞു കൊടുത്തോ? പറഞ്ഞില്ല. അപ്പൊ എല്ലാവരുടെ ചിന്തയും ഇപ്പൊ ഈ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണ്, സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആണ്. ഫൈൻ. മന്ത്ലി സാലറി എത്രയൊക്കെ ചോദിക്കാറുണ്ടോ? ഇല്ല. ഫൈൻ. പാവുപ്പ. ഓക്കെ, ഇനി എന്താ പറയാനുള്ളത്? ഞാൻ ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നത് എൻ്റെ ഒരു കസിന് പറഞ്ഞിട്ടാണ്. ഒരു 3 years ബാക്ക് എന്നോട് പറഞ്ഞ, പുള്ളിക്കാരൻ സെല്ലിങ് ആയിരുന്നു. പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, നീ ഇപ്പോൾ ട്രേഡിങ് ചെയ്യണ്ട, പക്ഷേ ഈ ഒരു പ്രായത്തിൽ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു ഡിമാറ്റ് അക്കൗണ്ടൊക്കെ തുടങ്ങി. ഞാനന്ന് കുറച്ചൊരു പാർട്ട് ടൈം ആയിട്ട് ജോബിനൊക്കെ പോരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സൈഡായിട്ട് ഇൻകം വരുന്നതൊക്കെ ഞാൻ ഇതിലേക്ക് ഇട്ട് സേവിങ്സൊക്കെ ബാങ്കിലിടാതെ ഒരു എന്തെങ്കിലും സ്റ്റോക്സ് ഒക്കെ വാങ്ങിയിട്ടിട്ട് കുറച്ച് പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഡിപ്ലോമ കഴിഞ്ഞ് ട്രെയിനിങ്ങിന് പോയി, പൂനെയിൽ ട്രെയിനിങ് നടത്തുമ്പോഴാണ് ഞാൻ അതിൻ്റെ മുന്നേ ഒരു മില്യനേഴ്സിന് ഒരു 2-3 കൊല്ലമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ എനിക്കിത് ട്രേഡിങ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ അത് ഫ്രീ ആയിട്ട് ഇതിലേക്ക് ഇറങ്ങിയിട്ട് പൈസ കളയാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ എന്തായാലും ഇതിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ പ്രൊഫഷണലായിട്ട് ട്രേഡിങ് പഠിച്ചിട്ട് തന്നെ ഇറങ്ങുള്ളൂ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇതിലേക്ക് വന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴാണ് ഞാൻ മില്ലറോട്സിനെ കണ്ടതും മില്ലറോട്സ് കണക്ട് ചെയ്ത് ഇതിലേക്ക് ജോയിൻ ചെയ്ത് ഫസ്റ്റത്തെ മന്ത് ഞാൻ വിചാരിച്ച് ഇതായിട്ട് പറയണെങ്കിൽ ഇത്രയും പൈസ ഒക്കെ ഉണ്ടോ, ഇത്രയും ഒരു ഫീസ് കൊടുത്ത് പഠിക്കാനുണ്ടോ എന്ന് ഫസ്റ്റ് മന്ത് നമ്മൾ ഈ ക്ലാസ്സസ് മാത്രമാണല്ലോ. അപ്പോൾ ആ ഒരു മന്ത്സിൽ ഞാൻ ലൈവ് അറ്റൻഡ് ചെയ്തിട്ടില്ലായിരുന്നു. ലൈവിൻ്റെ കാരണം ഞാൻ അവിടെ പൂനെയിലായിരുന്നു ഫസ്റ്റ് മന്ത്. സെക്കൻഡ് മന്താണ് ഞാൻ ഇവിടെ നാട്ടിലെത്തിയത്. അപ്പോൾ ലൈവ് ഒന്നും അറ്റൻഡ് ചെയ്തില്ലായിരുന്നു. സെക്കൻഡ് മന്ത് തൊട്ട് സെക്കൻഡ് മന്തിൽ ഞാനൊരു 2 weeks ട്രേഡ് എടുത്തു. എൻ്റെ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ ഒരു 30-40% മനസ്സിലായി. അങ്ങനെ ഞാൻ ജിത്തു സാറിനെ കണക്ട് ചെയ്തു. ജിത്തു സാറ് പറഞ്ഞു, ഇനി ട്രേഡ് എടുക്കണ്ട, പേപ്പർ ട്രേഡ് ചെയ്യാൻ പറഞ്ഞു. ഒരു 2 weeks, ഒരു 1 week പേപ്പർ എഴുതും. ഞാൻ ജിത്തു സാറ് എന്നോട് അത് കഴിഞ്ഞിട്ട് എൻ്റെ എങ്ങനെ പ്രോഗ്രസ് ചെയ്യാനും ഞാനിവിടെ വന്നു പ്രോഗ്രസ് പറഞ്ഞു. ജിത്തു സാർ പറഞ്ഞു അത് കുഴപ്പമില്ല, പ്രോഗ്രസ് ഉണ്ട്, ഒരു ആഴ്ചയും കൂടെ ഈ റിയൽറ്ററി റിപ്പോർട്ട് എടുക്കണ്ട, ഒരാഴ്ചയും കൂടെ ഒന്നുകൂടെ പേപ്പർ ട്രേഡ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഒരാഴ്ചയും കൂടെ പേപ്പർ ട്രേഡ് ചെയ്തു. പിന്നെ ഞാൻ സെക്കൻഡ് മന്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ റിയൽ ട്രേഡ് എടുക്കുന്നത്. റിയൽ ട്രേഡ് എടുത്ത് കുഴപ്പമില്ല, എന്താ പറയുക, നമ്മൾ ഈ ഒരു പ്രോഫിറ്റിൻ്റെ ബേസിലേക്ക് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് കുറേ ലോസുകൾ വരുന്നത്. ഈ ഒരു പ്രോസസ്സ് സാർ ഇന്ന് പറഞ്ഞൊരു വേർഡ് എനിക്ക് നല്ല സ്ട്രൈക്കിംഗ് ആണ്. നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് ഈ പ്രോസസ്സിലാണ്, പിന്നെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് റിസ്ക്കിലാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ റിവാർഡിനെ പറ്റി ചിന്തിക്കാൻ പറ്റുള്ളൂ. ആ ഒരു കാര്യത്തിലാണ് നമ്മൾ എല്ലാവരും, എനിക്ക് തോന്നുന്നു ബിഗിനേഴ്സ് ആയിട്ടുള്ള കുറേ ആൾക്കാർ അതിലാണ് ഫെയിൽ ആവുന്നത്. എല്ലാവരും ആദ്യം ഇതിനൊരു സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്ന് ആദ്യം തന്നെ കുറേ പൈസ ഉണ്ടാക്കാൻ റിവാർഡിനെ പറ്റി ആദ്യം ചിന്തിക്കുമ്പോഴാണ് നമ്മളെ കൈമുള്ളതും അതിൽ നിന്ന് പോകാമെന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1-2 months ആയിട്ട് ഞാനിപ്പം പക്ക പ്രോസസ്സിലാണ് വിശ്വസിക്കുന്നത്.
പ്രോഫിറ്റിൻ്റെ ഇതിലേക്ക് ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നില്ല. കാരണം ഞാൻ എല്ലാ ദിവസവും ട്രേഡ് എടുത്തില്ലെങ്കിൽ കൂടുതൽ എനിക്ക് മാർക്കറ്റിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അതിപ്പം കോർ ടീമിൽ വന്നതിന് ശേഷം അത് ഡബിൾ ട്രിപ്പിൾ ആയി എന്ന് ഞാൻ പറയുള്ളൂ. പ്രോഫിറ്റ് എന്ന് പറയാൻ ഞാനെപ്പോഴും ടോട്ടൽ ഞാൻ വരുത്തിവെച്ച ഒരു ലോസിന്റെ മേലെ ഞാൻ പ്രോഫിറ്റ് ആയിട്ടില്ല. പക്ഷെ എന്നാലും കോർ ടീമിൽ വന്നതിന് ശേഷം കുറേ കാര്യങ്ങൾ പഠിക്കാൻ വന്നു. എനിക്ക് കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. കുറേ കാര്യങ്ങൾ ഞാൻ വിശ്വസിച്ച കാര്യങ്ങൾ കുറേ തെറ്റായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഈ കോർ ടീമിൽ വന്നതിന് ശേഷം ഞങ്ങൾ ഇത്ര ആൾക്കാർ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഓരോരുത്തർ ആൾക്കാരുടെ വ്യൂസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇങ്ങനെ ഒരു വ്യൂസും കൂടെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഞാൻ എന്തുകൊണ്ട് ചിന്തിച്ചില്ല. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അങ്ങനെ അടുത്ത പ്രാവശ്യം നമ്മൾ അങ്ങനെയും കൂടെ ചിന്തിക്കാം, അങ്ങനെയും കൂടെ ഇമ്പ്രൂവൈസ് ചെയ്യാമെന്ന് എന്നിട്ട് അങ്ങനെയും കൂടെ ചിന്തിക്കുമ്പോൾ അടുത്ത ട്രേഡിൽ ചിലപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് തന്നെ തോന്നും നമ്മൾ ഇമ്പ്രൂവ് ആവുന്നുണ്ട് എന്ന് നമുക്ക് തന്നെ തോന്നിയിട്ട് രണ്ടാമത്തെ ട്രേഡിൽ നമ്മൾ അങ്ങനെ എടുക്കും. പിന്നെ ഒരു 1-2 months വരെ എൻ്റെ റിസ്ക് വാർഡ് പക്കാ ഷോക്കായിരുന്നു. ഞാൻ ചിലപ്പോൾ ഒരു 4-5 ട്രേഡ് എടുത്താൽ ചിലപ്പോൾ 3 വിന്നായിരിക്കും, പക്ഷേ റിസ്ക് വാർഡ് ഉണ്ടാവില്ല. ഞാൻ ലോസ് ആകുമ്പോൾ കുറച്ച് തോന്നൽ ഹോട്ടയും അത് പ്രോഫിറ്റിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് ബുക്ക് ചെയ്ത് ഇറങ്ങും. അപ്പോൾ റിസ്ക് വാർഡ് ഇല്ലാണ്ട് ടോട്ടൽ ലോസിലേക്ക് പോകുന്ന അവസ്ഥയാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ റിസ്ക് വാർഡ് പക്ക ഹോൾഡ് ചെയ്യുന്നുണ്ട്. ലോസസ് അത്രയും കുറച്ചിട്ട് ട്രേഡ് എടുക്കാറുള്ളൂ. അപ്പോൾ ഇനി ഭാവിയിലേക്ക് ഞാൻ വിചാരിക്കുന്ന ഒരു 1-2 months ഈ ഒരു സ്റ്റേജിലെല്ലാം പോയിട്ട് ഒരു കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഒന്ന് സ്കെയിലപ്പ് ചെയ്യാനുള്ള ഒരു ലെവലിലേക്കാണ്. ഫൈൻ, നൈസ്. ഓക്കെ, സോ ഇത്രയും നേരം നമ്മൾ ലൈക്ക് നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് തമാശ രൂപേണയാണ് കാര്യങ്ങളൊക്കെ പോയത്. ഇനി ലൈക്ക് നമുക്കിപ്പം നിങ്ങൾ ആ ഒരു ഇതിലിരിക്കുന്ന ആളുകളും ഇവിടെ ഇരിക്കുന്ന ആളുകളും നിങ്ങൾ 5 and 6 നമുക്ക് ചെറിയൊരു ഗെയിം, വളരെ ചെറിയ ഗെയിം, സ്റ്റോക്ക് മാർക്കറ്റായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കും. ഓക്കെ, സോ ജിത്തു ഇവരെ 2 ടീമാക്കി നിർത്തുക, ഇവരുടെ പോയിൻറ്റ്സ് ഒന്ന് നോക്കുക. ഉത്തരം പറയുകയാണെങ്കിൽ 2 points, അഥവാ ഇവർ തെറ്റുത്തരാണ് പറയുന്നതെങ്കിൽ -1. ക്ലിയർ അല്ലേ? ഓക്കെ, -1. ഓക്കെ, സോ ഇതിൽ ആരാണോ വിജയിക്കുന്നത് അവർക്ക് ഇന്ന് കോഴിക്കോട് നിന്ന് ബിരിയാണി അയക്കാനുള്ള പൈസ തരുന്നതായിരിക്കും. ഫൈൻ, സോ ടീം എ, ടീം ബി, ജിത്തു നോട്ട് ചെയ്തോളൂ കേട്ടോ. ടീം എ, ടീം ബി. സോ ഒന്നുമില്ല, നമുക്ക് വളരെ ചെറിയ റൂൾസ് മാത്രമേ ഉള്ളൂ. ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ മൈക്ക് എടുക്കാം, നിങ്ങൾക്ക് ഉത്തരം പറയാം. മൈക്ക് എടുത്തു കഴിഞ്ഞാൽ ഉത്തരം നിർബന്ധമായിട്ട് പറയണം, അല്ലെങ്കിൽ നെഗറ്റീവ് മാർക്ക് വരും. തെറ്റായ ഉത്തരമാണെങ്കിലും നെഗറ്റീവ് മാർക്ക് വരും. ഓക്കെ, സോ വളരെ കൃത്യമായിട്ട് ആലോചിച്ചുകൊണ്ട് മാത്രം എന്ത് ചെയ്യുക, നമുക്ക് ചെയ്യാം. ആൻഡ് ഓൾസോ അധിക ടൈം ആലോചിക്കാനും വേണ്ടി പാടില്ല. ഓക്കെ, സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒരിക്കലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസേ അല്ല. നമുക്കന്ന് സ്റ്റാർട്ട് ചെയ്താലോ? പറഞ്ഞോളൂ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ആർക്കെങ്കിലും? ക്ലിയർ അല്ലേ? പോയിൻറ്റ്സ്, ഉത്തരം ശരിയാണെങ്കിൽ 2 പോയിൻറ്റും, നെഗറ്റീവ് അല്ലെങ്കിൽ ഉത്തരം തെറ്റാണെങ്കിലും അല്ലെങ്കിൽ മൈക്ക് എടുത്തിട്ട് പറയാതിരിക്കുകയാണെങ്കിലും നെഗറ്റീവ് -1. ഓക്കെ, ക്ലിയർ? സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ BSE എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഫസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ആൻഡ് ഏഷ്യയിലെ തന്നെ ലാർജസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഇത് ഫൗണ്ട് ചെയ്ത വർഷവും അതേപോലെ തന്നെ മാസവും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏത് വർഷമാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്റ്റാർട്ട് ചെയ്തതും ആൻഡ് ഏത് മാസമാണെന്നുള്ള കാര്യം. ഓക്കെ, വേണ്ട മാസം വേണ്ട, ഇയർ പറഞ്ഞാൽ മതി. ഇയർ എടാ, നിങ്ങൾ ഡിസ്കസ് ചെയ്യാത്ത, നിങ്ങൾ ടീമല്ലേ, അവരിതാ ഡിസ്കസ് ചെയ്യില്ല. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏഷ്യയിലെ അതേപോലെ തന്നെ ഇന്ത്യയിലെ ലാർജസ്റ്റ് ആൻഡ് ഇന്ത്യയിലെ ഫസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏത് വർഷമാണ് സ്റ്റാർട്ട് ചെയ്തത്? ഓക്കെ, മൈക്ക് എടുത്ത് ഈ ഉത്തരം പറയണോ? ഫൈൻ. 1967. 1967. ഐ എം സോറി, തെറ്റാണ്. മൈനസ്. അതുണ്ട്, നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൈനസ് കിട്ടും. ഉണ്ടോ, പറയാനുണ്ടോ ഉത്തരം? ഇല്ലല്ല, പറയാതിരുന്ന മൈനസ് ഒന്നുമില്ല, നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മൈനസ് ആവും. ഓക്കെ അല്ലേ? കഴിഞ്ഞില്ലേ? പറയാനുണ്ടോ? ഇല്ല, ഫൈൻ. ഇപ്പോൾ 0-1. ആൻസർ എന്ന് പറയുന്നത് July 9th, 1875, 1875 July 9th BSE ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആക്ച്വലി എന്ത് ചെയ്തിട്ടുള്ളത്, സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഫൈൻ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് NSE ഏത് വർഷം ഉണ്ടാക്കിയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം? ഏത് വർഷമാണ് രൂപീകരിക്കപ്പെട്ടത്?
ചോദ്യമാണ്. ഇല്ല, ഓക്കെ, ഞാൻ ക്ലിയർ ആക്കി തരാം. ചോദ്യം എന്താ ക്ലിയർ ആക്കി തരാം. ഏത് വർഷവും ഏത് മാസവുമാണ് NSC ഫൗണ്ട് ചെയ്തിട്ടുള്ളത്? അതെ. ഫോർ എക്സാമ്പിൾ 2000-ലാണെങ്കിൽ 2000 ഏത് മാസം? ഫൈൻ, മാസം വേണ്ട, വർഷം അറിയാവുന്ന ആളുകൾക്ക് എടുക്കാം. വർഷം അറിയാവുന്ന ആളുകൾക്ക് എടുക്കാം. എടാ, NSC ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രോണിക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് NSC എന്ന് പറയുന്നത്. ഏത് വർഷമാണ്? നിങ്ങൾക്ക് ബേസിക് ക്ലാസ്സിൽ തന്നെ മേബി പറഞ്ഞിട്ടുണ്ട് ഏത് വർഷമാണ് NSC ആക്കിയിട്ടുള്ളത് എന്നുള്ള കാര്യം. അറിയോ? ആർക്കും മൈക്ക് എടുക്കണോ? നമുക്ക് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 90s ആണ്. അതെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. കഴിഞ്ഞു. ഏത് വർഷമാണെന്ന് അറിയില്ല. NSC ഫൗണ്ട് ചെയ്തിട്ടുണ്ട് 1992. അറിയാമായിരുന്നില്ലേ? എന്നിട്ടാണ് ഉണ്ടായിരുന്നത്. നവംബർ 3. ഓക്കെ, നവംബർ 3, 1992. എടാ, ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളല്ലേ? ഓക്കെ, ഫൈൻ. സോ ആദ്യത്തെ ഇലക്ട്രോണിക് എക്സ്ചേഞ്ച് ആണ് ഇതെന്ന് പറയുന്നത് NSC എന്ന് പറയുന്നത്. എന്നാ ഫൗണ്ട് ചെയ്തിട്ടുള്ളത്? 1992. അങ്ങനെയാണെങ്കിൽ എന്നാണ് BSc ഇലക്ട്രോണിക് ആക്കി മാറ്റിയത്? ഇലക്ട്രോണിക് എക്സ്ചേഞ്ച് ആയി മാറി ഏത് വർഷമാണ്? When did electronic trading begin on BSc? അറിയോ? ഏത് വർഷമാണ്? 1992 ആണ് NSC ഫൈൻഡ് ചെയ്തിട്ടുള്ളത്. അന്നാണ് ആദ്യത്തെ ഇലക്ട്രോണിക് എക്സ്ചേഞ്ച് ഇന്ത്യയിൽ വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ BSc ഏത് വർഷമായിരിക്കും ഇലക്ട്രോണിക്കലി മൂവ് ചെയ്തിട്ടുണ്ടാവുക? വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഇതൊക്കെ ലൈക്ക് എന്താണ്, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ? ഇല്ല, അതവന്ന് ചുമ്മാ എടുത്ത. ഇല്ല. അറിയാമോ? ആരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. കഴിഞ്ഞോ? അവിടെ ഓക്കെ ആണോ? ഇവിടെ ഏതോ ഒരാൾ നേരത്തെ ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, 95 എന്നാരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ്, 1995 മാർച്ച് 14 BSc ഇലക്ട്രോണിക് ട്രേഡിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അത് ഓർമ്മ വെക്കുക. എന്നാൽ BSc ഫൗണ്ട് ചെയ്തതെന്നാണ്? BSc എന്നാ ഉണ്ടായത്? 1875 മന്ത് ജൂലൈയിലാണ്. NSC എന്നാ ഫൗണ്ട് ചെയ്തത്? മന്ത് നവംബർ 3. ആൻഡ് BSc എന്ന ഇലക്ട്രോണിക്കലി ചേഞ്ച് ചെയ്തത് ഇലക്ട്രോണിക് ട്രേഡർ ഫണ്ട് 1995 മാർച്ച് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇയർ വേണ്ട പറഞ്ഞു. അപ്പോൾ ഇയർ അല്ലാത്തൊരു ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് അറിയാവുന്ന മാർക്കറ്റ് ക്രാഷസ് അല്ല, മാർക്കറ്റ് ക്രാഷ് എന്ന് പറയുന്നത് വളരെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന സംഗതിയാണ് അല്ലേ? സോ സെലിബ്രേറ്റ് ഒന്നും പറയാൻ വേണ്ടി പാടില്ല. ആക്ച്വലി നിങ്ങൾക്ക് അറിയാവുന്ന മാർക്കറ്റ് ക്രാഷസ് ഏതൊക്കെയാണ്? 2008 എന്താ നടന്നത്? ഓക്കെ, ഒന്നുകൂടി ക്ലിയർ ആക്കി പറഞ്ഞേ, മൈക്ക് എടുത്ത് പറയാം. 2008 എന്താണ് സംഭവിച്ചത് മാർക്കറ്റിൽ? ബുക്കിൽ വായിച്ചാണ് ഇൻഫ്ലേഷൻ എന്തോ മീറ്റ് ചെയ്യാൻ പറ്റാതെ ഫാളായതങ്ങാണ്ടാണ്. ഓക്കെ, റിസഷൻ, റിസഷൻ. ഓക്കെ, ഫൈൻ. അതിനുശേഷം പിന്നെ ഏതാ നിങ്ങൾക്ക് അറിയാവുന്ന? കോവിഡിൻ്റെ ടൈമിൽ. പിന്നെ അതിനുശേഷം മാർക്കറ്റ് ഫാൾ, അർഷദ് മേത്ത സ്കാം. ഓക്കെ, ദെൻ 1990 സംതിങ്ങിൽ ഒരു ഫാൾ ഉണ്ടായിരുന്നു. അതും ബുക്കിൽ വായിച്ചിട്ടുണ്ട്. ഓക്കെ, അത് കറക്റ്റ് ഡേറ്റ് അറിയില്ല. ഓക്കെ, ഫൈൻ. നൈസ്, അടിപൊളി. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ക്വസ്റ്റ്യനോടെ പോയി ഇന്ത്യൻ മാർക്കറ്റിൽ സംഭവിച്ച ആദ്യത്തെ മാർക്കറ്റ് ക്രാഷ് ഏതാണ്, ഇല്ലെങ്കിൽ ഏത് വർഷമാണ്? ആൻഡ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത കുറേ വർഷങ്ങളുണ്ടല്ലേ? ഇപ്പോൾ നമ്മൾ 1875
ലൈക്ക് 1992, 1995 അതേപോലെ തന്നെ പല വർഷങ്ങൾ നമ്മൾ പറഞ്ഞു. അതിൽ മൈക്ക് വെച്ചു നിങ്ങളെടുത്തോ? നിങ്ങൾക്ക് ഓക്കെ ഫൈൻ, എന്നാൽ ഉത്തരം പറഞ്ഞു, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. 1998 ഹർഷത് മെഹന്ദിര സ്കാം. ഫൈൻ. ദെൻ ആർക്കെങ്കിലും നിങ്ങൾക്ക് ഉത്തരം ഉണ്ടോ? എന്താ ഉത്തരം? ഡേറ്റ് വേണ്ട, ഇയർ അറിഞ്ഞാൽ മതി. ഓക്കെ ഫൈൻ. ഹർഷത് മേത്ത സ്കാം എന്താ പേര്? സ്കാം 1992. സോ അതാണ് അതിൻ്റെ ഉത്തരം. ഹർഷത് മേത്തയുടെ ആ സ്കാം തന്നെയായിരുന്നു ആക്ച്വലി ഇന്ത്യയിൽ സംഭവിച്ച ആദ്യത്തെ മാർക്കറ്റ് ക്രാഷ് എന്ന് പറയുന്നത്. സ്കാം 1992. ഓക്കെ, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത ഇയർ ആണ് ആൻഡ് നമ്മൾ ഓൾറെഡി ഇവിടെ ഉത്തരങ്ങൾ പറഞ്ഞത്. ഫൈൻ, അപ്പോൾ -2 കേട്ടോ. ഫൈൻ. -2 രണ്ടെണ്ണമല്ല മൈനസ് ചെയ്തത്. നിങ്ങൾക്ക് 0 ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിജയിക്കുന്നില്ല, ഒരു പോയിന്റെങ്കിലും വേണം. പിന്നില്ലാതെ. ഓക്കെ, ഒരൊറ്റ ചോദ്യം കൂടി ചോദിക്കാം. നിങ്ങൾക്ക് അറിയേണ്ട കാര്യമാണ്, അതുകൊണ്ടാണ്. ഇതും വർഷം തന്നെയാണ്. മേ ബി നിങ്ങൾക്ക് അറിയാൻ ചാൻസ് കൂടുതലായിരിക്കും, കുറവായിരിക്കും. ഓക്കെ, എനിവേ ബട്ട് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട സംഗതിയാണ്. പണ്ടൊക്കെ നമ്മൾ ഈവൻ നിങ്ങൾ ഹർഷത് മേത്തയുടെ സ്കാം 1992 നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ പല ഓൾഡ് ട്രേഡിംഗ് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എങ്ങനെയാണ് നമുക്ക് ട്രേഡിംഗ് നടന്നുകൊണ്ടിരുന്നത്? ലൈക്ക് പേപ്പറിലായിരുന്നു അല്ലേ? അതായത് എക്സ്ചേഞ്ചിലേക്ക് എല്ലാവരും കൂടി ഓടി ചെല്ലുന്നു. രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഡാൽ സ്ട്രീറ്റ്, നിങ്ങൾക്കറിയാം മുംബൈയിലെ ഡാൽ സ്ട്രീറ്റിലേക്ക് എല്ലാവരും ഓടി ചെല്ലുന്നു. അവിടെ നിന്ന് ബ്രോക്കറെയൊക്കെ കഴുത്തൊക്കെ പിടിക്കുന്നു അല്ലേ? സബ് ബ്രോക്കേഴ്സിൻ്റെ കഴുത്ത് പിടിച്ച് ഷെയർസ് വാങ്ങിക്കുന്നു, നഷ്ടം സംഭവിച്ച് കഴിഞ്ഞാൽ അടി നടക്കുന്നു. ഇങ്ങനെയായിരുന്നു സംഭവിച്ചത്, റൈറ്റ്? അതിനുശേഷം നമ്മൾ ഓൺലൈൻ ട്രേഡിങ്ങിലേക്ക് പോയി അല്ലേ? ഇപ്പം നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓൺലൈൻ ട്രേഡിംഗ്. ആക്ച്വലി എന്നാണ് ഓൺലൈൻ ട്രേഡിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നിങ്ങൾക്ക് അറിയില്ലായിരുന്നു? അറിയില്ല. ഇന്ത്യയിൽ എന്നാണ് ഓൺലൈൻ ട്രേഡിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? 1996 ആണോ? 1996. പിന്നെ അപ്പോൾ രണ്ടുപേർക്ക് ഉത്തരമില്ല. ഇവിടെ ഉത്തരം തെറ്റാണ്, അപ്പോൾ -1 പോയി. സോ ആക്ച്വലി 2000 ഓൺലൈൻ ട്രേഡിംഗ് വന്നിട്ടുള്ളത് കേട്ടോ, 2000. അപ്പോൾ ഈ വർഷങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. നമുക്ക് എന്താ പറയുക, ഇതിൽ ട്രേഡിങ്ങിൽ വലിയ ഉപകാരങ്ങൾ ഇല്ലെങ്കിൽ പോലും നമ്മൾ ആസ് എ ട്രേഡർ എന്ന രീതിയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ചുരുക്കം കാര്യങ്ങളാണ്. അപ്പോൾ ആർക്കും ബിരിയാണി ഇല്ല, എൻ്റെ പൈസയും പോയിട്ടില്ല, സന്തോഷം. ഫൈൻ, ഓക്കെ ഫൈൻ. അപ്പോൾ റിയൽ ചോദ്യത്തിലേക്ക് ഒരൊറ്റ ചോദ്യം, ആ ചോദ്യം ഉത്തരം പറയുന്ന ടീമിന് ബിരിയാണി ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓക്കെ ഫൈൻ. ഫുൾ നെയിം അല്ലെങ്കിൽ ഫുൾ ഫോം ഓഫ് DRHP. എടാ ഇത് അറിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഞാൻ അടിക്കും, അല്ലെ ജിത്തുനെ ഞാൻ അടിക്കും. DRHP. അതാ നിങ്ങളെ ഈ ചോദ്യം കേട്ടത് എല്ലാവർക്കും അറിയാതെ. DRHP. ജിത്തു അറിയാമോ DRHP എന്തത്? ഒരു കമ്പനി എങ്ങനെ IPOയിലേക്ക് പോവുക? ഒരു കമ്പനി IPOയിലേക്ക് പോകുന്ന സമയത്ത് സെബിക്ക് കൊടുക്കുന്ന ഒരു റിപ്പോർട്ടാണ് DRHP എന്ന് പറയുന്നത്. ഫുൾ ഫോം ഓഫ് DRHP. ഇപ്പോൾ ബിരിയാണി ഇല്ല കേട്ടോ രണ്ടുപേർക്ക്. ബിരിയാണി കൊടുക്കണ്ടല്ലോ. പറഞ്ഞോളൂ, ഉത്തരം പറഞ്ഞോളൂ, അറിയാമെന്ന് നോക്കട്ടെ. DRHP. ഓക്കെ, കഴിഞ്ഞു. അപ്പോൾ ബിരിയാണി ആർക്കും ഇല്ല. എന്താണ് അറിയോ? ഒരു കമ്പനി ലൈക്ക് നമുക്ക് ഒരു കമ്പനി IPOയിലേക്ക് പോകണമെങ്കിൽ ഡ്രാഫ്റ്റ് റെഡ് ഹയറിംഗ് പ്രോസ്പെക്ടസ്, ഇതാണ് സംഭവം. അതായത് ഒരു കമ്പനിയുടെ A to Z കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു റിപ്പോർട്ടായിരിക്കും അതെന്ന് പറയുന്നത്. അതാണ് സെബിക്ക് ആക്ച്വലി ഒരു കമ്പനി സബ്മിറ്റ് ചെയ്തത്. സോ അത് നോക്കിയിട്ടാണ് കമ്പനി IPOയിലേക്ക് ഈ കമ്പനിയെ ഫസ്റ്റ് വീഡിയോസിലുണ്ട് കാര്യങ്ങളൊക്കെ. ഫേസ് വീഡിയോസ് ഒന്നും ആരും കാണാറില്ലേ? സോ ഒരു കമ്പനി IPOയിലേക്ക് പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഈ ഒരു റിപ്പോർട്ട് പ്രകാരമായിരിക്കും. ക്ലിയർ? സോ ഐ എം സോറി ജിത്തു, ഡൗൺ. ഇത്രയും നേരമുള്ള പ്രതീക്ഷകളൊക്കെ കഴിയും. ട്രേഡ് ഇത് ട്രേഡിങ് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. അല്ല ജിത്തു,
നീ ഒരു മനുഷ്യനല്ലേ, നീ ജനിച്ച വർഷം എന്താ നിനക്ക് അറിയൂടെ, അപ്പോൾ ട്രേഡർ ആവല്ലേ? ഓക്കെ ഫൈൻ. സോ എൻ്റെ ക്യാഷ് എന്തായാലും എൻ്റെ കയ്യിൽ തന്നെ, എനിക്ക് ഭാഗ്യമുണ്ട്. ഇത് അത്രയും സിമ്പിളായിട്ടുള്ള കാര്യമല്ലേ? ഓക്കെ ഫൈൻ. സോ എനിവേ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് സന്തോഷം. ഇപ്പോൾ ഓൾമോസ്റ്റ് 8 മണിയായില്ലേ സമയം. അപ്പോൾ നിങ്ങളുടെ ടൈം ഒരുപാട് ലീറ്റ് ആയെന്ന് എനിക്കറിയാം. സോ താങ്ക് യു സോ മച്ച് എവരിവൺ. അങ്ങനെയാണെങ്കിൽ കോഴിക്കോട്ടുകാരെ നാളെ ചോദിക്കുന്ന സമയത്ത് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടാവില്ല, എങ്കിൽ നമുക്ക് മോശമാണ്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം.